നമ്മൾ അതിന്റെ ഫേസസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോളിഡ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പിരമിഡ്സും കോൺസും സിലിണ്ടേഴ്സും ട്രയാങ്കുലർ പ്രിസം, സ്ക്വയർ പ്രിസം, റെക്ടാങ്കുലർ പ്രിസം, അങ്ങനെ നമ്മളെല്ലാം ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പിൽ ചോദിക്കുന്ന സോൾസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മളതുപോലെ എന്താണ് ബേസ്, എന്താണ് എഡ്ജസ്, അപ്പെക്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സ്ലാൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സൈഡിൽ ഒരു ഫേസിൽ നമ്മൾ എടുക്കുന്ന ഹൈറ്റിനെയാണ് നമ്മൾ സ്ലാൻ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സംടൈംസ് ക്വസ്റ്റ്യനിലൊക്കെ എന്തായിരിക്കും സ്ലാൻ ഹൈറ്റ് ഇത്ര എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും. സോ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഫേസിൽ നമ്മൾ എന്താണ് നടുവിൽ നമ്മൾ നോക്കുമ്പോൾ എടുക്കുന്ന ഹൈറ്റ് ആണ്, പിന്നെ മെഷർമെന്റ് ആണ് സ്ലാൻ ഹൈറ്റ് എന്നുള്ളത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള പല ടേംസും ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസിലൊക്കെ തരുന്നത്. സോ നമുക്ക് അത് ഐഡന്റിഫൈ ആയിട്ട് സാധിക്കാം എന്താണ് ഏതാണ് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ദെൻ റൈറ്റ് സോളിഡ് എന്താണ്, ഒബ്ലിക് സോളിഡ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ട്രങ്കേറ്റഡ് സോളിഡ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നത്, മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഒന്ന് എന്താണ് റെവല്യൂഷൻ പ്രകാരം വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പോളിഹെഡ്രാസും പറഞ്ഞത് അല്ലെ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. അതിനുശേഷം നമ്മൾ സിമ്പിൾ പൊസിഷൻസിൽ പലതരത്തിലുള്ള സോൾട്സിന്റെ പ്രോബ്ലംസ് നമ്മൾ നോക്കിയിരുന്നു. ഓക്കെ, സോ ഈ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞായിരുന്നു. ദെൻ ഇതൊക്കെ നിങ്ങളുടെ നോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് സൊല്യൂഷൻ സോൾവ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. PPTs ഒക്കെ ഷെയർഡ് ആണ്, സോ അത് നോക്കിയിട്ട് അത് വരയ്ക്കാം. സോ ഇത് നമ്മൾ ലാസ്റ്റ് പ്രോബ്ലം നമ്മൾ പറഞ്ഞത് പെന്റഗണൽ പിരമിഡിലാണെന്ന് തോന്നുന്നു അല്ലേ? പെന്റഗണൽ പിരമിഡ് അല്ലേ ലാസ്റ്റ് പറഞ്ഞത് അല്ലേ? പെന്റഗണൽ പിരമിഡ് ആയിരുന്നില്ലേ പറഞ്ഞത്? ഓക്കെ, ഫൈൻ. സോ pentagonal pyramid പറഞ്ഞു. Now you can see another question. Okay, a triangular pyramid of base edge 30 mm and axis height 80 mm is resting on its base on HP such that axis is 45 in front of VP and one of its base edges perpendicular to VP. Okay, so ഇവിടെ പറയുന്നുണ്ട് എന്ത് നമ്മളുടെ പിന്നെ സോളിഡിന്റെ എങ്ങനെയാണ് ഓറിയന്റേഷൻ എന്നാണ് പറയുന്നത് അല്ലേ? സോ ഓറിയന്റേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്ത് ചെയ്യും, സോളിഡ് ടൈപ്പ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ പിരമിഡ് ആണ്. അതുപോലെ തന്നെ ബേസ് എഡ്ജ് 30 ആണ്. ഒരു റെഗുലർ പോളിഗൺ ആയതുകൊണ്ട് തന്നെ എല്ലാ ബേസ് എഡ്ജും എന്തായിരിക്കും 30 ആയിരിക്കും. Then we have another data, axis height is 80 mm. 80 mm ആണ് ഹൈറ്റ് എന്ന് കിട്ടി. അതുപോലെ തന്നെ ബേസ് എഡ്ജ് എന്താണ് 30 എന്ന് കിട്ടി. സോ യു ഗോട്ട് ദ ഡയമെൻഷൻസ് ഫോർ ദ സോളിഡ് ആൻഡ് നൗ ഓറിയന്റേഷൻ എങ്ങനെയാണ് മനസ്സിലാക്കണം, 3D സ്പേസിൽ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് മനസ്സിലാക്കണം. So for that you are given with the data like it's the solid is resting on its base on HP. So base is on HP എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി. അതുപോലെ തന്നെ such that the axis is 45 mm in front of VP. So if you are placing the solid with respect to VP യിൽ നിന്ന് എന്താണ് 45 mm in front ആണ് വേണ്ടത്. And that will be seen എവിടെ ആയിരിക്കും കാണുക, എബോ XY ലൈൻ ആണോ ബിലോ XY ലൈൻ ആണോ? എബോ ഓർ ബിലോ XY ലൈൻ? അഭിനവ് യെസ്, എവിടെയായിരിക്കും അത് കാണുക? നമ്മൾ ഈ 45 mm എന്നുള്ള എവിടെ മാർക്ക് ചെയ്യാം? ബിലോ XY ലൈൻ. ബിലോ XY ലൈൻ അത് എന്ത് വ്യൂ ആണ്? അത് ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ. സോ അതെന്താണ് ആ ഡാറ്റാസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഡ് വൺ ഓഫ് ഇസ് ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു VP എന്ന് പറയുന്നു അല്ലെ? വൺ ഓഫ് ഇസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു VP എന്ന് പറയുന്നു. സോ നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ വരയ്ക്കാം? ടോപ്പ് വ്യൂ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കുലർ പിരമിഡ് എന്ന് പറഞ്ഞു. സോ ട്രയാങ്കുലർ പിരമിഡിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, എന്ത് ഫിഗർ ആയിരിക്കും? റെസ്റ്റിംഗ് ഓൺ HP ആണെങ്കിൽ ടോപ്പ് വ്യൂ വിൽ ബി അനന്തു. അനന്തു പിരമിഡ് അല്ലേ? ആ, ടോപ്പ് വ്യൂ ട്രയാങ്കുലർ പിരമിഡ് ആണ്. സോ അതിന്റെ ടോപ്പ് വ്യൂ എന്തായിരിക്കും? റെസ്റ്റിംഗ് ഓൺ HP ആണ്. നിങ്ങൾ നിലത്ത് ഒരു പിരമിഡ്, ട്രയാങ്കിൾ. സോ ട്രയാങ്കിൾ ആണ് അതിന്റെ ഫിഗർ. സോ ട്രയാങ്കിൾ നമുക്ക് പലതരത്തിൽ വരയ്ക്കാം അല്ലേ? ട്രയാങ്കിൾ ക്യാൻ ബി ഡ്രോൺ ലൈക്ക് വൈസ് അല്ലേ? അതുപോലെ തന്നെ ട്രയാങ്കിൾ ക്യാൻ ബി ഡ്രോൺ ലൈക്ക് വൈസ്, അല്ലെങ്കിൽ ഈ മൂന്ന് രീതിയിൽ നമുക്ക് ഓറിയന്റേഷൻ വരയ്ക്കാം. പക്ഷെ ഇവിടത്തെ കറസ്പോണ്ടിങ് രീതിക്ക് അനുസരിച്ച് എങ്ങനെയായിരിക്കും വേണ്ടത്? നോക്കൂ, വൺ ഓഫ് ഇസ് ബേസ് എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു VP. ഇത് ഏത് കണ്ടീഷനാണ് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്? ഏത് കണ്ടീഷനാണ് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്? അരവിന്ദ്,
3 ആണ് വരുന്നത്. ഓക്കെ, സോ എന്താണ് നമ്മൾ അതിനനുസരിച്ചാണ് ഓറിയന്റേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ദർ ആർ മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ് ആർ ദർ അല്ലെ, ഒരു ക്വസ്റ്റ്യനിൽ മൾട്ടിപ്പിൾ പോസിബിലിറ്റി ഉണ്ട്. സോ അത് റൂൾ ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിലെ ബാക്കിയുള്ള ഡാറ്റസും കൂടെ വരുമ്പോഴാണ് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഇവിടെ പറഞ്ഞിട്ട് ബേസ്ഡ് ദിസ് പെർപെൻഡിക്കുലർ ടു വി പി. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി ടോപ്പ് വ്യൂ വിൽ ബി ലൈക്ക് വൈസ്. ദെൻ യു വിൽ ബി ഏബിൾ ടു നെയിം ദിസ് പോയിന്റ്സ് 1 2 3 എന്ന് നിങ്ങൾക്ക് നെയിം ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് ഡ്രോപ്പ് ചെയ്യാം പ്രൊജക്ടേഴ്സ്. നിങ്ങൾക്ക് ഒരു കണ്ടീഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്, ആക്സിസ് ഹൈറ്റ് ഈസ് 80 വന്നു. അതുപോലെ തന്നെ ആക്സിസ് ഈസ് 45 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി. അപ്പോൾ നിങ്ങൾ എങ്ങനെ വരയ്ക്കണം, ഇവിടെ നിങ്ങൾ ഇതിന്റെ മിഡിൽ പോയിന്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അല്ലെ, സപ്പോസ് ഇഫ് ദിസ് ഈസ് ദ ആക്സിസ് പോയിന്റ്, ഒ പി എന്ന് പറയുന്ന ആക്സിസിന്റെ ടോപ്പ് വ്യൂ ആണെങ്കിൽ ഇത് ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കണം, ഫ്രം എക്സ് വൈ ദിസ് ഡിസ്റ്റൻസ് ഹാസ് ടു ബി 45 mm. ദിസ് ഡിസ്റ്റൻസ് ഹാസ് ടു ബി 45 mm. അങ്ങനെ വേണം നിങ്ങൾ വരയ്ക്കാനായിട്ട്. ദെൻ വാട്ട് വിൽ ഡു, ദെൻ യു വിൽ ഡ്രോപ്പ് ദ പ്രൊജക്ടേഴ്സ്, you will drop the straight line projectors to the in the xy line, and then from here, so you got this point will be the, if the axis is OP, എന്താണ് ഇവിടെ ഓയും ഇവിടെ പി യു ആണെങ്കിൽ then this point is going to be your p dash. ഈ പോയിന്റ് ആണ് നിങ്ങളുടെ p dash വരുന്നത്. അതുപോലെ തന്നെ ഈ പോയിന്റ് ആണ് നിങ്ങളുടെ എന്ത് വരിക 1 dash 2 dash വരുന്നത്. അതുപോലെ തന്നെ ഈ പോയിന്റ് ആണ് 3 dash വരുന്നത്. Okay, then ഇത് ആക്സിസ് പോയിന്റ് പി ഡാഷ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇഫ് യു ആർ ഡ്രോയിങ് എ സ്ട്രെയിറ്റ് ചെയിൻ ലൈൻ, then you will get the, for a length of 80 mm, you will get the apex point. Okay, suppose if this is apex point O dash, what you will do, you will connect from here to here as well as here to here. Okay, so darken the projections and this will be your corresponding view. നമ്മൾ തന്നിരിക്കുന്നതിനനുസരിച്ചാണ് വരച്ചത്. സൈഡ് എന്ന് പറയുന്നത് 30 ആയിരിക്കും. ഓക്കെ, സോ അതാണ് ആ ക്വസ്റ്റ്യനിൽ വരയ്ക്കുന്നത്. ഇതൊക്കെ എന്താണ് സിമ്പിൾ പൊസിഷൻസ് ആണ്. ഓക്കെ, സപ്പോസ് ഈ ക്വസ്റ്റ്യനിൽ സോൾഡ് ഇങ്ങനെയാണ് പറയുന്നത്, റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ എന്ന് പറഞ്ഞാലും ആൻഡ് ഇൻക്ലൈൻ ആൻഡ് ഹാവിങ് ആൻ ഇൻക്ലിനേഷൻ വിത്ത് HP ഓഫ് 30 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതായിരിക്കും അതിന്റെ സിമ്പിൾ പൊസിഷൻ. വൈ, ബിക്കോസ് അതെങ്ങനെയായിരിക്കും നിൽക്കുന്നത്, ഇങ്ങനെ വല്ലായിരിക്കും നിൽക്കുന്നത് അല്ലേ, റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ. സോ അതിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് അതിന്റെ സിമ്പിൾ പൊസിഷനിലേക്ക് ആക്കും. ഓക്കെ, അപ്പൊ അതിന്റെ സിമ്പിൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഓക്കെ, അല്ല റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എന്ന് പറഞ്ഞാൽ ഈ എഡ്ജ് വിത്ത് റെസ്പെക്ട് ആയിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യും അല്ലെ, ഈ എഡ്ജ് വിത്ത് റെസ്പെക്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ യു ഹാവ് ടു സോൾവ് ദ പ്രോബ്ലം ആൻഡ് ഐ വിൽ ഷോ യു ദ റൈറ്റ് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ സൊല്യൂഷൻ. സി ഹിയർ, സോ യു ക്യാൻ സി ഹിയർ, ഇവിടെ നിങ്ങൾ എന്താണ്, നിങ്ങൾ ആദ്യം ഒരു സെന്റർ പോയിന്റ് എടുത്തു 45 mm ഫ്രം XY ലൈൻ, അത് മാർക്ക് ചെയ്തു. ദെൻ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് point you will be able to draw the triangle of base edge 30. ഈ എല്ലാ സൈഡും 30 ആയിരിക്കും. then dropping the projectors from here, you got the point A dash, P dash, M dash, C dash. Okay, then at a length of 80 mm you will get the top point. Okay, M dash, N dash ആണ് ഇവിടെ ആക്സിസ് ലെങ്ത് കൊടുത്തത് and connect between these points. So you got the entire view. Okay, ഈ സൊല്യൂഷൻ ക്ലിയർ ആണോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഭാഗ്യലക്ഷ്മി, ആ ക്ലിയർ ആണോ ഭാഗ്യലക്ഷ്മി? Yes, sir. ഓക്കെ, then Don Baiju, സാർ ക്ലിയർ ആണോ? സാർ അതെ, ആ ഇല്ല ഒന്നുമില്ല ചോദിച്ചോളൂ. ഇല്ല സാർ ഒന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. കോമൺ ഡൗട്ട്സ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുന്നത്, അത് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ക്ലിയർ. പറഞ്ഞോളൂ പറയൂ. പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന മാതിരി റൈറ്റ് സൈഡിക്ക് വരയ്ക്കാം. പറഞ്ഞോളൂ. സി റൈറ്റിക്ക് വരുന്ന മാതിരി ABC ആ ട്രയാങ്കിൾ. വരയ്ക്കാം, നിങ്ങൾക്ക് വരയ്ക്കാം, അത് വരയ്ക്കാം. അതായത് ഉദ്ദേശിച്ച് ഇങ്ങനെയല്ലേ അല്ലേ? അതെ, അത് വരയ്ക്കുന്നത് തെറ്റില്ല. അപ്പോഴും എന്താണ് ബേസ് എഡ്ജ് ഈ പറയുന്ന കണ്ടീഷൻ പ്രകാരം ബേസ് എഡ്ജ് ഈസ് പാരലൽ ടു പെർപെൻഡിക്കുലർ ടു VP എന്നുള്ള കണ്ടീഷൻ അപ്പോഴും സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഈസ് പാരലൽ ആൻഡ് നിയർ ടു VP which is 30 mm in front of VP. Okay, so whenever you get a question like this, എന്താണ് ഗിവൺ ഡാറ്റാസ് നിങ്ങൾ സൈഡിൽ എഴുതി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സൊല്യൂഷൻ സോൾവ് ചെയ്യുമ്പോഴായാലും ഗിവൺ ഡാറ്റാസ് സൈഡിൽ എഴുതുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എന്താണ് ഡിഡക്ട് ചെയ്തെടുക്കുന്ന ഇൻഫർമേഷൻസ് നമ്മൾ സൈഡിൽ എഴുതുമ്പോൾ നമുക്ക് എന്താണ് വരയ്ക്കുമ്പോൾ പെട്ടെന്ന് നോക്കിയിട്ട് തെറ്റാതെ വരയ്ക്കാനായിട്ട് പറ്റും.
ഈ കണ്ടീഷൻസ് ഓരോന്ന് സാറ്റിസ്ഫൈ ചെയ്ത് വരച്ചാൽ മാത്രമേ നമ്മുടെ അതിന്റെ പ്രോപ്പർ സൊല്യൂഷൻ ആവും. സപ്പോസ് പെർപെൻഡിക്കുലർ ടു ബേസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പാരലായിട്ടാണ് എടുക്കുന്നെങ്കിൽ അത് എന്താണ് തെറ്റി, ആ സൊല്യൂഷൻ എന്താണ് തെറ്റി. സോ അതവിടെ മാർക്ക് അതിന് കുറയും. സോ നിങ്ങളിങ്ങനെ ഗിവൺ ഡാറ്റാസ് സൈഡിൽ എഴുതി വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. സോ ഇവിടെ നോക്കുക, സോൾഡ് എന്ന് പറയുന്ന ട്രയാങ്കുലർ പിരമിഡ് ആണ്. ബേസ് എഡ്ജ് ഇസ് 30 mm ആൻഡ് ആസ് വെൽ ആസ് ദ ഹൈറ്റ്, അല്ലെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആക്സിസ് ലെങ്ത് ആണ് തന്നത് 80 mm. റെസ്റ്റിംഗ് സച്ച് എ വേ ദാറ്റ് ദ ബേസ് ഈസ് പാരലൽ ആൻഡ് 10 mm എബോ HP എന്നാണ് പറയുന്നത്, അല്ലെ. ബേസ് ഈസ് ബേസ് എഡ്ജ് എന്ന് പറയുന്നത് പാരലൽ ആണ്, അതുപോലെ തന്നെ 10 mm എബോ HP. ഓക്കെ, വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഈസ് പാരലൽ ആൻഡ് നിയറർ ടു VP വിച്ച് ഈസ് 10 mm in front of VP, 30 mm in front of VP. സോ നിങ്ങൾക്ക് എന്താണ് കണ്ടീഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ഇങ്ങോട്ട് മാറ്റിയത്. ഓക്കെ, അതായത് ബേസ് ഈസ് പാരലൽ ടു HP എന്ന് തന്നിട്ടുണ്ട്, ബേസ് ഈസ് 10 mm എബോ HP എന്ന് തന്നിട്ടുണ്ട്, ബേസ് എഡ്ജ് ഈസ് പാരലൽ ടു VP എന്ന് തന്നിട്ടുണ്ട്, ബേസ് എഡ്ജ് ഈസ് നിയറർ ടു VP എന്ന് തന്നിട്ടുണ്ട്, വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ്, അതുപോലെ തന്നെ എന്താണ് ബേസ് എഡ്ജ് ഈസ് 30 mm in front of VP. സോ ട്രയാങ്കുലർ പിരമിഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ അറിയാം സിമ്പിൾ പൊസിഷൻ ഇൻക്ലിനേഷൻ ഒന്നും വരാത്തത് കൊണ്ട് തന്നെ നോർമലി എന്തായിരിക്കും അതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്, ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും? എബിൻ ഷാ, ഫെബിൻ ഷാ, സാർ പറയൂ എന്തായിരിക്കും ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരുന്നത്? ടോപ്പ് വ്യൂ എന്തായിരിക്കും ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരുന്നത്? നേരത്തെ ഒരു ട്രയാങ്കുലർ പിരമിഡ് ആണ് കണ്ടത്, ഇവിടെയും ട്രയാങ്കുലർ പിരമിഡ് തന്നെയാണ്, അതിന്റെ സിമ്പിൾ പൊസിഷൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും എന്റെ ഫ്രണ്ട് വ്യൂ എന്ന്? സർ ടോപ്പ് വ്യൂ 10 mm. ഷേപ്പ് പറഞ്ഞാൽ മതി. ഹലോ, ഷേപ്പ് പറഞ്ഞാൽ മതി. മനസ്സിലായില്ല സാർ. അതിന്റെ ഷേപ്പ് പറഞ്ഞാൽ മതി. ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും ഷേപ്പ് വരുന്നുള്ളത്? ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും ഷേപ്പ് എന്ന് പറഞ്ഞാൽ മതി. സർ ക്ലിയർ ആവണില്ല. ഹലോ, ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും എന്തായിരിക്കും ഷേപ്പ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അർഷിക് എന്തായിരിക്കും ഷേപ്പ് വരുന്നത്? ഹലോ സർ. ട്രയാങ്കിൾ. ഫെബിൻ ഷാ, ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും ഷേപ്പ്? സർ ഫ്രണ്ട് എന്തായിരിക്കും? ഒരു ട്രയാങ്കുലർ പിരമിഡ് നിങ്ങൾ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടൊന്ന് വ്യൂ ചെയ്ത് നോക്കുന്ന വിഷ്വലൈസ് ചെയ്യൂ. അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ എന്തായിരിക്കും? ഹലോ ഹലോ ഫെബിൻ ഷാ, കേൾക്കുന്നില്ലേ? ഓക്കെ, സോ എന്തായിരിക്കും അർഷിക്ക് പറയൂ. ട്രയാങ്കിൾ സർ. ഏതൊക്കെയായിരിക്കും ട്രയാങ്കിൾ? ഫ്രണ്ട് വ്യൂ ആണോ ടോപ്പ് വ്യൂ ആണോ? രണ്ടും ട്രയാങ്കിൾ. രണ്ടും ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് ഒരു ബേസിക് ഒരു ഐഡിയ കിട്ടിയ ആ പ്രോബ്ലത്തിനെ കുറിച്ച്. അതുപോലെ തന്നെ ബാക്കിയുള്ള കണ്ടീഷൻസ് വെച്ച് വരയ്ക്കാം. സോ ബേസിക് എഡ്ജ് 30 എന്ന് പറയുന്നുണ്ട് അല്ലേ. സോ അതിന്റെ ടോപ്പ് വ്യൂ ആണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ നോക്കൂ, ബേസ് എഡ്ജ് ഈസ് പാരലൽ ടു VP എന്ന് പറയുന്നുണ്ട് അല്ലേ. സർ ലാസ്റ്റ് പ്രോബ്ലം കേട്ടിരുന്നു സർ. ഓക്കെ, കണക്ടിവിറ്റി എന്താ ഇഷ്യൂ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ റേഞ്ച് ഉള്ളിടത്തോട്ട് ഇരിക്കും കേട്ടോ. ഓക്കെ, സോ ബേസ് എഡ്ജ് ഈസ് പാരലൽ ടു VP എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ബേസ് എഡ്ജ് ഈസ് നിയറർ ടു VP എന്ന് പറയുന്നുണ്ട്. സോ ഈ ട്രയാങ്കിൾ ഞാൻ എങ്ങനെയായിരിക്കും വരയ്ക്കേണ്ടത്? അതിന്റെ ടോപ്പ് വ്യൂ ഞാൻ എങ്ങനെയായിരിക്കും വരയ്ക്കേണ്ടത്? അക്ഷജ് ഒന്ന് പറയോ, ഞാൻ എങ്ങനെയാണ് ഇതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കേണ്ടത്? അത് ട്രയാങ്കിൾ പല രീതിയിൽ നമുക്ക് വരയ്ക്കാം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ പല രീതിയിൽ വരച്ച് കാണിച്ചു. അതിൽ ഏത് രീതിയായിരിക്കും ഇവിടെ സ്യൂട്ടബിൾ? കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു VP കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക. അതാണ് ടോപ്പ് വ്യൂ വരുന്നത്. ഏതൊക്കെ കണ്ടീഷനിൽ നമുക്ക് വരയ്ക്കാം?
അറിയോ? ബേസ് എഡ്ജ് ഈസ് പാരലൽ ടു വി പി എന്നും ബേസ് എഡ്ജ് ഈസ് നിയറർ ടു വി പി എന്നും ബേസ് എഡ്ജ് ഈസ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നുള്ള 3 കണ്ടീഷൻസ് തന്നിട്ടുണ്ട് ടോപ്പ് വ്യൂ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ. സോ അത് പ്രകാരമുള്ള ഏത് ഓറിയന്റേഷനിൽ വരയ്ക്കും? പിരമിഡൽ XY എന്താണ്? XY റീജിയണൽ നിങ്ങൾ XY ലൈൻ താഴെ വരില്ലേ? ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് പറയാ. ഓക്കെ. ആ എക്സ് വൈയുടെ താഴെ വരും. എങ്ങനെ വരും? ഒബ്സർവറിന്റെ വേവ് ഇതിൽ ഏത് കണ്ടീഷനിൽ വരും? ഏത് കണ്ടീഷനിൽ വരും? away from observer. എന്ത് away from observer? അക്ഷയ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇപ്പൊ ഇത് വരച്ചത് നോട്ടില് കയ്യിലുണ്ടോ? അപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. ഇന്നലെ വരെ ചെയ്ത പ്രോബ്ലംസോ? അതൊന്ന് ക്ലാസ് കഴിയുമ്പോ ഒന്ന് കാണിക്കണം കേട്ടോ. ഓക്കെ സർ. ഓക്കെ. അഖിൽ ബി കൃഷ്ണ. അഖിൽ ബി കൃഷ്ണ ഹലോ സർ. പറയൂ, ഇതിൽ ഏതായിരിക്കും? സർ ഫസ്റ്റ് വൺ ആയിരിക്കില്ലേ? ഫസ്റ്റ് വൺ ആണോ? സർ ബേസ് എഡ്ജ് പാരലൽ ടു എച്ച് പി. ബേസ് എഡ്ജ് പാരലൽ ടു വി പി. പാരലൽ ടു വി പി. ഇവിടെ ഏത് ബേസ് എഡ്ജാ പാരലൽ ഇരിക്കുന്നത്? ഇതല്ലേ ഓരോ എഡ്ജസും? ഇത് പാരലൽ ആണോ? ഏതാ സർ? കാണുന്നില്ല സർ. സ്ക്രീൻ വിസിബിൾ അല്ലേ? സർ ഇപ്പോൾ വിസിബിൾ ആണ്. അറിയോ? ഇതിലെ ഫസ്റ്റ് കണ്ടീഷനിൽ നോക്കൂ. ഇവിടെ എഡ്ജസ് സെക്കൻഡ് വൺ ആണ് സർ പാരലൽ. സെക്കൻഡ് വൺ ആണ് സർ പാരലൽ. അപ്പൊ ഇതോ? ഇതും പാരലൽ അല്ലേ? ഇതും പാരലൽ അല്ലേ? അതെ സർ. അപ്പൊ എന്താണ് സെക്കൻഡ് വൺ എന്ന് പറയാൻ കാരണം? അത് നിയറർ ടു വി പി ആണ് സർ. നിയറർ ടു വി പി ആയതുകൊണ്ട് ഈ കണ്ടീഷനാണ് നമ്മൾ റൂൾ ഔട്ട് ചെയ്തത്. സോ അതിനുള്ള ഓപ്ഷൻസിൽ എന്താണ് നമ്മൾ ഫൈനലായിട്ട് കണ്ടുപിടിച്ച് ഇതാണ് ശരി എന്നുള്ളത്. സോ ആൻഡ് ബേസ് എഡ്ജ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? 30 mm ആയിരിക്കും സർ. 30 mm ആയിരിക്കും. സോ അതാണ് നിങ്ങൾ അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ റഫായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ചു വെക്കാം. അതിനുശേഷം ഏതാണ് കണ്ടതെന്ന് നോക്കിയിട്ട് ആക്ച്വലായിട്ട് ഡ്രോയിങ്സ് നിങ്ങൾക്ക് വരയ്ക്കാം. ആൻഡ് ഡ്രോപ്പ് ദ പ്രൊജക്ടേഴ്സ്. ഇവിടുന്ന് ഇപ്പോൾ നിങ്ങൾ പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാലും ആക്സിസ് ലെങ്ത് അറിയെങ്കിലും എന്താണ് നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. ഈ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെക്സ്റ്റ് കേസ് നോക്കൂ. ബേസിസ് പാരലൽ ടു എച്ച് പി എന്ന് പറയുന്നുണ്ട്. സോ അതുപോലെ തന്നെ ബേസിസ് 10 mm എബോ എച്ച് പി എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു നിങ്ങളൊരു 10 mm മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് വേണം എന്ത് ചെയ്യാൻ? ബേസ് വരച്ചു കൊടുക്കാൻ. ഓക്കെ. സോ ഇത് പ്രൊജക്ടർ ലൈൻ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തതിന്റെ ശേഷം ഇവിടെ നിന്ന് വേണം ആക്സിസിന്റെ ലെങ്ത് ആയാലും എടുക്കാൻ, അതുപോലെ തന്നെ ആക്സിസിൽ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യാനായിട്ട്. ഓക്കെ. സോ ഇതാണ് 80 mm വരുന്നത്. പ്രീവിയസ് കേസിലൊക്കെ എന്തായിരുന്നു? റെസ്റ്റിംഗ് ഓൺ എച്ച് പി എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ ഈ കേസിൽ പറയുന്നത് ബേസിസ് പാരലൽ ടു എച്ച് പി. ഇവിടെ ബേസ് പാരലൽ ആണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് 10 mm എബോ എച്ച് പി. അതായത് ഗ്രൗണ്ടിൽ നിന്ന് 10 mm ലിഫ്റ്റ് ചെയ്ത രീതിയിലായിരിക്കും ആ ഒരു സോൾഡ് ഉണ്ടാവുന്നത്. ഓക്കെ. ഐ വിൽ ഷോ യു ദ ഫിഗർ. ഇവിടെ നോക്കൂ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഫിഗർ. ബേസ് എഡ്ജ് ഈസ് പാരലൽ ടു വി പി ആസ് വെൽ എസ് ആ എഡ്ജാണ് നിയറർ ടു വി പി. നോക്കൂ, അതിന്റെ ലെങ്ത് ആണ് 30 തന്നിട്ടുള്ളത്. ആൻഡ് റെഗുലർ പിരമിഡ് ആയതുകൊണ്ട് തന്നെ 30 ആണ് സൈഡ്സ് ഒക്കെ വരുന്നത്. ആൻഡ് ഫ്രണ്ട് വ്യൂയിലേക്ക് വരുമ്പോൾ നോക്കൂ, 10 mm എബോ റൈസ് ചെയ്തതിന്റെ ശേഷമാണ് നമ്മുടെ പ്രൊജക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. പ്രൊജക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന് വേണം നിങ്ങൾ എന്തെടുക്കാൻ? 80 ലെങ്ത് എടുക്കാൻ. 80. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കണക്ട് ചെയ്തിട്ട് വേണം നമ്മളുടെ ഫിഗറും വരയ്ക്കാനായിട്ട്. റെസ്റ്റിംഗ് ഓൺ എച്ച് പി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? റെസ്റ്റിംഗ് ഓൺ എച്ച് പി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എക്സ് വൈയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തേനെ അല്ലേ?
പക്ഷേ ഈ കേസിൽ പറയേണ്ടത് 10 mm എബോവ് HP എന്ന് പറയുന്നുണ്ട് അല്ലേ. ബേസ് ഈസ് പാരലൽ 10 mm എബോവ് HP. ദാറ്റ്സ് വൈ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയത്. സോ ഡിപ്പെൻഡിങ് ഓൺ ദോസ് തിങ്സ് അതിനനുസരിച്ച് നമ്മൾ എന്താണ് ഫിഗറിൽ ചേഞ്ചസ് വരുത്തണം. ക്ലിയർ ആണോ? അതുൽ കൃഷ്ണ. യെസ് സർ, ക്ലിയർ ആണ്. ഓക്കെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അദീപ്. ഇല്ല സർ. ആ യെസ് സർ. ഓക്കെ. സോ നിങ്ങൾ എന്താണ് നിങ്ങൾ നോട്ടുമായിട്ട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കണം. ഞാൻ വരയ്ക്കുമ്പോൾ എന്താണ് റഫ് സൊല്യൂഷൻസ് ഒക്കെ വരച്ച് നിങ്ങൾ തന്നെ നോക്കണം. ചില സമയം ഞാൻ എന്താണ് അതൊന്ന് സോൾവ് ചെയ്തോ അല്ലെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ ആയിട്ടുള്ള ഫിഗർ വരച്ചൊന്ന് കാണിക്കാനായിട്ടൊക്കെ പറയും. ഓക്കെ. സോ അതിന് റെഡി ആയിട്ട് വേണം നിങ്ങൾ ഇരിക്കാൻ. ഓക്കെ. സോ വീഡിയോ ഓൺ ആക്കിയിട്ട് കാണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വരച്ച സൊല്യൂഷൻ്റെ റഫ് ഡയഗ്രാം അതെങ്ങനെയാണ് സ്കെച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് കാണിച്ചു തരണം. ഓക്കെ. സോ നോട്ടിൽ തന്നെ റഫ് വരച്ചാൽ മതിയോ സാർ? നോട്ടിൽ നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് എനിക്കിപ്പോൾ എന്താണ് നിങ്ങൾക്ക് ആക്ച്വൽ ആയിട്ടുള്ള ഡ്രോയിങ് ചെയ്യാനുള്ള സമയം തരാൻ പറ്റാത്തതുകൊണ്ട് സൈഡിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റഫ് സ്കെച്ച് ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെയാണെങ്കിൽ ഇത് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ അറിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ XY വരയ്ക്കും. അതുപോലെ തന്നെ ഓറിയന്റേഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് ആ ട്രയാങ്കിൾ വരയ്ക്കും. അവിടെ നിന്ന് പ്രൊജക്ടർ ഡ്രോപ്പ് ചെയ്ത് വരയ്ക്കും. അപ്പോൾ അത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ ആയിരിക്കില്ല ലെങ്ത് ഒന്നും, പക്ഷെ നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും അല്ലേ. ഇത് 80 ആണ്, ഇത് 30 ആണ്, ഇവിടെ നിന്നുള്ള 30 ആണ്, അതൊക്കെ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു റഫ് സ്കെച്ച് വന്നില്ലേ, ഈ ഫിഗറിനോട് ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഫിഗർ വന്നില്ലേ, അത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഐഡിയ കിട്ടിയോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. പിന്നെ വരയ്ക്കാനുള്ള ഒരു ടൈം തന്നാൽ മതി. ഓക്കെ, അതാ ഉദ്ദേശിച്ചത്. പെന്ന് വെച്ചിട്ട് വരച്ചാൽ പോരെ? പെന്ന് വെച്ച് വരച്ചാലും മതി, പെൻസിലാണ് കുറച്ചുകൂടെ നല്ലത്. എന്തെങ്കിലും ഇറേസ് ചെയ്ത് പെട്ടെന്ന് വായിച്ച് വരക്കണമെങ്കിൽ നല്ലത്, അത്രേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. സോ പക്ഷെ അവിടെ ഫെയർ ആയിട്ടുള്ള ഒരു നല്ല പിക്ചർ വരയ്ക്കാനുള്ള സ്ഥലം അവിടെ ലീവ് ചെയ്യണം, അതവിടെ വരച്ച് ചേർക്കും വേണം. ഓക്കെ. So till now നമ്മൾ എന്താണ് പിരമിഡ്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. Now you can see a prism. Okay, so draw the projection of a triangular prism with base edge 35 and axis height 75 mm resting such a way that the base is parallel and 15 mm in front of VP. So one of its base edge is perpendicular to HP and axis is 45 mm above HP. Okay, so you are given with some data. നമുക്ക് നോക്കാം. സോ സോളിഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ട്രയാങ്കുലർ പ്രസ് ആണ്, ബേസ് എഡ്ജ് തന്നിട്ടുണ്ട്, ആക്സിസ് ഹൈറ്റും തന്നിട്ടുണ്ട്. ഓക്കെ, സോളിഡിന്റെ ഡയമെൻഷൻസ് ഒക്കെ തന്നു കഴിഞ്ഞു. അത് പറയുന്നുണ്ട് റെസ്റ്റിംഗ് സച്ച് എ വേ ദാറ്റ് ബേസ് ഈസ് പാരലൽ ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP. ബേസ് ഈസ് പാരലൽ ആൻഡ് 15 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. സോ ബേസ് ഈസ് പാരലൽ ടു VP എന്ന് പറയുന്നുണ്ട് അല്ലെ, VPയോട് ബേസ് പാരലൽ ആണ്. ദെൻ വൺ ഓഫ് ഹിസ് ബേസ് എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു HP. So one of his base edge is perpendicular to HP and axis is 45 mm above HP. So ഇതിന്റെ ഒരു ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഐശ്വര്യ, പറയൂ, എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ഓറിയന്റേഷൻ? പറയാം, അല്ലെങ്കിൽ റഫ് സ്കെച്ച് ചെയ്ത് പെട്ടെന്ന് കാണിച്ചു തരുകയും ചെയ്യാം, എന്ത് വേണം ചെയ്യാം കേട്ടോ. ബേസ് പാരലൽ ആയിട്ട് വരും. ഏതിന്റെ പാരലായിട്ട്? ഹലോ, VPക്ക് പാരലൽ ആയിട്ട് VPക്ക് പാരലായിട്ട് വരും. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ എന്തൊക്കെയായിരിക്കും? ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് റെക്ടാങ്കിൾ ആയിരിക്കും, ടോപ്പ് വ്യൂ ട്രയാങ്കിൾ. അങ്ങനെയായിരിക്കുമോ? ടോപ്പ് വ്യൂ ട്രയാങ്കിൾ വരിക എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജ് ഏതിനോട് പാരലായിരിക്കും, അല്ലെങ്കിൽ ബേസ് ഏതിനോട് പാരലായിരിക്കും? എങ്ങനെയായിരിക്കും? ഒരു ട്രയാങ്കുലർ പ്രിസം കൺസിഡർ ചെയ്യാം, അതിന്റെ ബേസ് എന്ന് പറയുന്നത് VPയോടാണ് പാരലൽ എന്നാണ് പറയുന്നത് അല്ലേ. VPയോട് പാരലൽ ആവുമ്പോൾ എങ്ങനെ വരും?
ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു വി പി എങ്ങനെയായിരിക്കും? ഫ്രണ്ട് ട്രയാങ്കിളും ടോപ്പ് റെക്ടാങ്കിളും. രണ്ട് ഫ്രണ്ട് വ്യൂ ട്രയാങ്കിൾ വരുന്നു സർ. ഫ്രണ്ട് വ്യൂ ട്രയാങ്കിൾ വരും. പിന്നെ ടോപ്പ് വ്യൂ എന്തായിരിക്കും? റെക്ടാങ്കിൾ. റെക്ടാങ്കിൾ. അതാണ് ഇവിടെ വ്യത്യാസം. നേരത്തെയൊക്കെ പറയുന്നത് ബേസിസ് പാരലൽ ടു എച്ച് പി എന്നാണ് പറഞ്ഞത്. ആ കേസ് എന്ന് പറഞ്ഞാൽ ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആയിട്ട് മാറും. ഈ കേസിൽ ബേസിസ് പാരലൽ ടു വി പി എന്ന് പറയുന്നതുകൊണ്ട് ആക്സിസ് എങ്ങനെയായിരിക്കും വരിക? പെർപെൻഡിക്കുലർ ടു വി പി ആയിരിക്കും അല്ലേ? വാളിൽ നമ്മളൊരു ട്രയാങ്കുലർ പ്രിസം വെച്ചതുപോലെ ഉണ്ട് അല്ലേ? ഓക്കെ. സോ അങ്ങനെയാണ് പിന്നെ അതിൻ്റെ ഒരു ഷേപ്പ് വരുന്നത്. ആൻഡ് വിത്ത് ഗിവൺ ഡാറ്റാസ് നമ്മൾ എന്താണ് അത് വരയ്ക്കുക. ഓക്കെ. സോ ബേസ് എഡ്ജ് ഈസ് 35 mm ലോങ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആക്സിസ് ആയിട്ട് തന്നിട്ടുണ്ട്. ബേസ് ഈസ് പാരലൽ ടു വി പി എന്ന് പറയുന്നുണ്ട്. ബേസ് ഈസ് 15 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുന്നുണ്ട്. ആൻഡ് വൺ ബേസ് എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. ആക്സിസ് ഈസ് 45 mm എബോവ് എച്ച് പി എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യും? ഇനീഷ്യലി യു വിൽ ഡു ദ എക്സ് വൈ ലൈൻ ആൻഡ് ട്രയാങ്കുലർ പ്രിസം. നിങ്ങൾക്കറിയാം ട്രയാങ്കുലർ പ്രിസം എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ എന്താണ് ഇത് ആലോചിക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കുലർ പ്രിസം എന്ന് പറയുന്നത് അതിന്റെ ട്രയാങ്കുലർ ഫേസ് വി പിയിൽ സ്റ്റിക്ക് ചെയ്ത പോലെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ? അതായത് എന്താണ് വാളിൽ നിന്ന് ഒരു ട്രയാങ്കുലർ പ്രിസം നിങ്ങളുടെ ഒബ്സർവറിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. സോ ആ കേസിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ആൻഡ് സിമിലർലി അപ്പോൾ അതിന്റെ എന്താണ് പ്രിസം ആയതുകൊണ്ട് തന്നെ അതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു റെക്ടാങ്കിൾ ആയിരിക്കും. ഓക്കെ. സോ അതാണ് അതിന്റെ റഫ് ആയിട്ടുള്ള സ്കെച്ചിങ്. ഇനി എന്ത് ചെയ്യണം? പറഞ്ഞ കണ്ടീഷൻസോട് സാറ്റിസ്ഫൈ ചെയ്ത് വേണം വരയ്ക്കാൻ. അപ്പോൾ ബേസ് എഡ്ജ് 35 എന്ന് പറയുമ്പോൾ ഈ എഡ്ജുകളൊക്കെ എന്തായിരിക്കും? 35 ആയിരിക്കും. ആക്സിസ് ഹൈറ്റ് 75 mm ലോങ് എന്ന് പറയുന്നുണ്ട്. ഈ ഹൈറ്റ് എന്തായിരിക്കും? 75 ആയിരിക്കും. ഓക്കെ. ദെൻ ബേസ് ഈസ് പാരലൽ ടു വി പി എന്ന് പറയുന്നുണ്ട് അല്ലേ? ബേസ് ഈസ് പാരലൽ ടു വി പി എന്ന് പറയുന്നതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഇവിടെ എന്താണ് ഇൻക്ലിനേഷൻ ഒന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ദെൻ ബേസ് ഈസ് 15 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഓക്കെ. ബേസ് ഈസ് 15 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 50 ആയിരിക്കും. വൺ ഓഫ് ദ ബേസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. രണ്ട് ബേസ് ബേസ് എഡ്ജസ് ആണെങ്കിലും എന്താണ് ആ ഫിക്സ് ചെയ്തിരിക്കുന്ന ബേസിനെ നിയറർ ഫേസിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ വൺ ബേസ് എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. ഓക്കെ. വൺ ബേസ് എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി എന്നും പറയുന്നുണ്ട്. ഓക്കെ. Then axis is 45 mm above HP. Okay, axis is 45 mm above HP എന്നും പറയുന്നുണ്ട്. സോ അതാണ് ആ കണ്ടീഷൻ വരുന്നത്. ഓക്കെ. സോ വൺ ഓഫ് ഇറ്റ് ബേസ് ഒരു അതായത് ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആയതല്ലേ? അതല്ലേ ഡൗട്ട്? അതല്ല സർ, നേരത്തെ ക്വസ്റ്റ്യനിലും ബേസിസ് പാരലൽ ടു വി പി എന്നായിരുന്നു. ബട്ട് അത് എക്സ് വൈ ലൈനിന് താഴെയായിരുന്നു ഫിഗർ വന്നേ. ഇതില് മേളിലാണ് സാർ വരച്ചേ. വൺ ഓഫ് ദ ബേസ് എഡ്ജ് ഈസ് പാരലൽ ടു വി പി എന്നല്ലേ? ഓക്കെ. ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഈസ് പാരലൽ ടു വി പി എന്നാണ് പറയുന്നത്. ഓക്കെ. ബേസ് പാരലൽ ടു വി പി എന്ന് പറയുന്നതും ബേസ് എഡ്ജ് പാരലൽ ടു വി പി എന്ന് പറയുന്നതും രണ്ടും വ്യത്യാസമുണ്ട് ഇല്ലേ? അതായത് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു നിങ്ങളൊരു എന്താണ് ഒരു സ്ക്വയർ പ്രിസം എടുക്കുകയാണെങ്കിൽ സ്ക്വയർ പ്രിസം പാരലൽ ടു എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ പ്രിസത്തിന്റെ ബേസ് പാരലൽ ടു എച്ച് പി എന്ന് പറഞ്ഞാൽ ആ ബേസിൽ വരുന്ന സ്ക്വയർ ആണ് എന്ത് വരുന്നത്? ബേസിൽ വരുന്ന സ്ക്വയർ ആയിരിക്കും എച്ച് പിയോട് പാരലൽ ആയിട്ട് വരുന്നത്. ഓക്കെ. പക്ഷെ ബേസ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരയ്ക്കാം? അതിന്റെ ഓറിയന്റേഷൻ മാറിയാലും ഈ എഡ്ജ് മാത്രം എന്താണ് പാരലൽ ആയാൽ മതി. സോ ഇവിടെ പറയുന്നുണ്ട് എന്താണ് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ കണ്ടീഷൻ ശരിയാണോ? ഞാൻ ഈ വരച്ച കണ്ടീഷൻ ശരിയാണോ? അല്ല സർ, തിരിയണ്ടേ? അല്ല, അതെ തിരിയാനുണ്ട്. തിരിയുന്ന കണ്ടീഷൻ കൂടെ കൂട്ടിയിട്ട് വേണമായിരുന്നു വരയ്ക്കാൻ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് പാരലാക്കിയിട്ട് ഈ സെയിം ക്വസ്റ്റ്യൻ വരയ്ക്കേണ്ടി വരും. ഓക്കെ. ഇപ്പൊ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതെന്താണ് നമ്മളുടെ സൊല്യൂഷനായി മാറും. ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ഇതിപ്പോ ലെങ്ത് എത്രയാണ്?
ഇതിപ്പോൾ ലെങ്ത് പറഞ്ഞിരിക്കുന്ന ലെങ്ത് വരെ. ഞാൻ ഒറിജിനൽ സൊല്യൂഷൻ കാണിച്ചത് ഇവിടെ നോക്കാം. അതെ, നമ്മൾ ഈ പറഞ്ഞ പോലത്തെ സൊല്യൂഷനാണ് സോൾവ് ചെയ്തത്. അതേപോലെ വി പിയോട് പാരലായിട്ടാണ് ബേസ് എഡ്ജ് കിടക്കുന്നതെന്ന് പറഞ്ഞത് കൊണ്ടാണ് വി പിയോട് ബേസ് പാരലൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ വന്നത്. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ വാളിൽ ഒരു ട്രയാങ്കുലർ പ്രിസം വെച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ ട്രയാങ്കിൾ സൈഡ് വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചതുപോലെ. അപ്പോൾ എന്ത് ചെയ്യും, അതിന്റെ ആക്സിസ് ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ടുവേർഡ്സ് ദ ഒബ്സർവർ ആയിട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കും. അതാണ് അതിന്റെ കണ്ടീഷൻ. സോ അത് ആ കേസ് പലതരത്തിൽ വരയ്ക്കാം അല്ലേ. അതും നമുക്ക് എങ്ങനെയൊക്കെ ട്രയാങ്കിൾ പ്രിസം വെക്കാം, ഇങ്ങനെ ട്രയാങ്കിൾ പ്രിസം വെക്കാം അല്ലേ, ഇങ്ങനെ ട്രയാങ്കിൾ പ്രിസം വെക്കാൻ പറ്റും. അല്ലെങ്കിൽ എങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് എന്താണ് വാളിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ വാളാണെങ്കിൽ അല്ലേ, ഇവിടെ സ്റ്റിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ട്രയാങ്കിൾ ആണ് കാണുന്നത് മനസ്സിലായി. പക്ഷേ ഇതിപ്പോൾ എന്താണ്, ഇതിപ്പോൾ ഗ്രൗണ്ട് ആണെങ്കിൽ ഇതിപ്പോൾ എന്താണ്, ഇതിന്റെ എന്താണ് ഒരു വൺ ഓഫ് ദിസ് ലാറ്ററൽ സർഫസ്. ആ പറയൂ സാർ, ഈ ബേസ് എഡ്ജ് ബേസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു തരും. ബേസ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതാ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇത് അതിന്റെ ബേസ് എഡ്ജസ് ആണ് അല്ലേ. ബേസിന്റെ ഷേപ്പിന്റെ എഡ്ജസ് ഇതൊക്കെയാണ് എഡ്ജസ്. ഇപ്പൊ എ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബി സി ഒരു എഡ്ജാണ്, എ സി ഒരു എഡ്ജാണ്, എ ബി ഒരു എഡ്ജാണ്. ഇപ്പൊ ബി സി പാരലൽ ടു എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിന് പാരലൽ ആണ് അല്ലേ, അല്ലേ? അതെ സാർ, അതെ. അപ്പൊ അതേ സെയിം ടൈമിൽ ബേസ് ഈസ് പാരലൽ ടു എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ എ ബി സി ആണ് പാരലൽ ആവാൻ പോകുന്നത്. അതായത് ബേസിനോട് എ ബി സി പാരലൽ ആയിരിക്കും. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അത് ഒരു പിന്നെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാത്രമേ കാണൂ. ഓക്കെ, അപ്പൊ എന്താണ് എ ബി സി എന്ന് പറയുന്ന ഫേസ് മൊത്തത്തിൽ പാരലൽ ആവും. മനസ്സിലായോ, വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായി. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ബി സി എ സി എ ബി എന്ന് പറയുന്ന എഡ്ജസുകൾ ചില സമയത്ത് വൺ ഓഫ് ഇസ് ബേസ് എഡ്ജ് ഇസ് പാരലൽ ടു വി പി എന്ന് പറഞ്ഞു അല്ലെ എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് എഡ്ജ് മാത്രം പാരലായി മതി. പക്ഷെ ഫുൾ ബേസ് ഈസ് പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ബേസിൽ ഇപ്പോൾ ഷേപ്പ് ഒരു സ്ക്വയർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ ആ ട്രയാങ്കിൾ ഫേസ് മൊത്തത്തിൽ എന്തായിരിക്കും, പാരലൽ ആയിരിക്കും ആ ഒരു പിന്നെ റെഫറൻസ് പ്ലെയിനുമായിട്ട്. അതാണ് അതിലെ വ്യത്യാസം. സോ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്താണ്, ഇതൊരു ട്രയാങ്കുലർ പ്രിസത്തിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. സോ ഇതെന്ന് പറയുന്നത് സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന വാളിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെതായ വ്യത്യാസങ്ങൾ അതിൽ വരും. ഇത് വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ടല്ല, കുറച്ച് വ്യത്യാസം വന്നിട്ടാണുള്ളത്. ഒരു 15 mm ഗ്യാപ്പ് ഉണ്ട്. ഇപ്പം അത് അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് അല്ലേ. സോ നമുക്കിവിടെ നോക്കാം. സോ 35 mm നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്താണ്, ആദ്യം 45 ആക്സിസിന്റെ പോയിന്റ് കണ്ടുപിടിക്കുക. അവിടെ പറഞ്ഞ ഓറിയന്റേഷനിൽ എങ്ങനെയാണ്, ബേസ് ഈസ് പാരലൽ, അതുപോലെ തന്നെ വൺ ഓഫ് ഇസ് ബേസ് എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. സോ ഇതാണ് കണ്ടീഷൻ. ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക, പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ പറയേണ്ടത് എന്താണ്, ബേസ് ഈസ് പാരലൽ ആയിട്ടുള്ള ആ നിയറസ്റ്റ് ആയിട്ടുള്ള വി പിയോട് പാരലൽ ആയിട്ടുള്ള ബേസ് 15 mm വാളിൽ നിന്ന് വിട്ടിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പൊ ടോപ്പ് വ്യൂവിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ആ 15 mm ഗ്യാപ്പ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിന്നാണ് നമ്മളുടെ സോളിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവിടെ നിന്ന് നിങ്ങൾ ആ ലെങ്ത് ആക്സിസ് ആയിട്ട് എടുത്ത് 75 എടുത്തിട്ട് പ്രൊജക്ടേഴ്സ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫിഗർ കിട്ടും, ഒരു ട്രയാങ്കിൾ അല്ലെ റെക്ടാങ്കിൾ ആയിട്ടുള്ള ഫിഗർ. ഒബ്വിയസ്ലി ട്രയാങ്കിൾ പ്രിസത്തിന്റെ ടോപ്പ് വ്യൂ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പ്രിസം ആണെങ്കിൽ അതിന്റെ ടോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ്സ് ഗോയിങ് ടു ബി എന്തായിരിക്കും, ഒരു റെക്ടാങ്കിൾ ആയിരിക്കും. ഓക്കെ, സോ 75 മാർക്ക് ചെയ്തു, 45 ആക്സിസ് ലെങ്ത് മാർക്ക് ചെയ്തിട്ടാണ് നമ്മളിത് വരയ്ക്കുക. സിമ്പിൾ പൊസിഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. പക്ഷെ എന്താണ്, നേരത്തെയൊക്കെ ബേസിലും ഏതെങ്കിലും റെഫറൻസ് പ്ലെയിൻ റെസ്റ്റ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു വരച്ചുകൊണ്ടിരുന്നത്. ഇവിടെ എന്ത് ചെയ്തു, അത് കുറച്ച് ലിഫ്റ്റ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, രണ്ട് പ്ലെയിനിലും വി പിയിലും എച്ച് പിയിലായാലും കുറച്ച് മാറ്റിയിട്ടാണ് വരച്ചിരിക്കുന്നത് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. ഡൗട്ട് ഉണ്ടോ? സാർ ഒന്നുകൂടിയും പറയാം സാർ. ഏതാണ് ഒന്നുകൂടെ പറയേണ്ടത്? ബേസ് എഡ്ജിന്റെ കാര്യം തന്നെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. ഓക്കെ, ബേസ് എഡ്ജിന്റെ കാര്യം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ബേസ് എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി എന്നാണ് പറഞ്ഞത് അല്ലേ.
ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു എച്ച് പി എന്നാണ് പറഞ്ഞത്. സോ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി, ഈ ട്രയാങ്കുലർ പ്രിസത്തിന്റെ ഒരു ബേസ് എഡ്ജ് ആണ് കാണുന്നത്, ബേസ് ആണ് കാണുന്നത്, അല്ലെ ഒരു ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൽ നമുക്ക് എങ്ങനെയൊക്കെ വരയ്ക്കായിരുന്നു, നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യായിരുന്നു, ഇങ്ങനെ പ്ലേസ് ചെയ്യായിരുന്നു, അതുപോലെ തന്നെ ഇങ്ങനെ പ്ലേസ് ചെയ്യായിരുന്നു, ഇങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ട്രയാങ്കിൾ പ്ലേസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഒക്കെ നോക്കൂ, ഇതാണ് നമ്മൾ പറഞ്ഞു ബേസ് എഡ്ജ് അല്ലേ. ഈ ബേസ് എഡ്ജുകളൊക്കെ എച്ച് പിക്ക് എങ്ങനെയാണ്, ഈ ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എച്ച് പിക്ക് എങ്ങനെയായിരിക്കും ഡോൺ? പാരലൽ ആണ്. ഈ ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? പാരലൽ തന്നെ. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടീഷൻ കൂടെ നമുക്ക് പറയായിരുന്നു, ഈക്വലി ഇൻക്ലൈൻഡ് എന്നും വേണേൽ പറയായിരുന്നു അല്ലെ. ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആയിട്ട് നമുക്ക് പറയാം. ഇറ്റ്സ് ബേസ് എഡ്ജസ് ആർ ഈക്വലി ഇൻക്ലൈൻഡ് ടു എച്ച് പി എന്നുള്ള കണ്ടീഷൻ ആയിട്ടും പറയാം അല്ലേ, പറയാം. പക്ഷെ ഇപ്പൊ നമ്മുടെ കണ്ടീഷൻ പ്രകാരം ബേസ് ഈസ് പാരലൽ എന്ന് പറഞ്ഞു. അപ്പൊ ഇതും ശരിയാവാം, ഇതും ശരിയാവാം. പക്ഷെ ഇത് പറയുന്നുണ്ട് ആൻഡ് 15 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുന്നുണ്ട്. സോ ഈ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 50 ആയിരിക്കും. അതുപോലെയാണ് ഇത് വരയ്ക്കുന്നതെങ്കിൽ എന്ത് പറ്റും? ഇതിങ്ങനെ ക്രോസ് ചെയ്തിട്ടായിരിക്കും വരിക. അത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയി മാറും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കണ്ടീഷൻ മാത്രം എടുക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്തത്. ക്ലിയർ ആണോ? ഓക്കെ. സോ അത് നമ്മൾ പറഞ്ഞ ഓറിയന്റേഷൻ നമ്മൾ വരച്ചു. ശേഷം നമ്മൾ എന്ത് ചെയ്യും? പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ വി പിയിൽ നിന്ന് 15 mm വിട്ടിട്ടാണെന്ന് പറയുന്നതുകൊണ്ട് എക്സ് വൈയിൽ നിന്ന് നമ്മൾ 15 mm മാർക്ക് ചെയ്ത് വിട്ടിട്ട് ബാക്കിയുള്ളതിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ആക്സിസ് ലെങ്ത് പറഞ്ഞ 75 നമ്മളൊരു റെക്ടാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു, വരയ്ക്കുന്നു. ആക്സിസ് ലൈൻ ആണെങ്കിൽ നമ്മളത് മാർക്ക് ചെയ്യുന്നു, ഹിഡൻ ലൈൻസ് ആണ് അത് മാർക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടോ? അംഷാദ്, സർ ക്ലിയർ ആണ് സർ. അർജുൻ ജയകൃഷ്ണൻ, ക്ലിയർ ആണ് സർ. മുഫീദ, ക്ലിയർ ആണ് സർ. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. സോ നമ്മൾ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വേറൊരു ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇവിടെ നോക്കുക, സ്ക്വയർ പിരമിഡ് വിത്ത് ബേസ് എഡ്ജ് 40 mm ആൻഡ് ഹൈറ്റ് 80 mm ഈസ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് such that the axis is 50 mm in front of VP and base edges are equally inclined to VP. Draw its projections. Okay, so ഇവിടെ പറയുന്നുണ്ട് ഒരു സ്ക്വയർ പിരമിഡ് ആണെന്ന് പറയുന്നു അല്ലെ. സോളിഡിനെ കുറിച്ച് നമുക്കറിയാം, ബേസ് എഡ്ജ് തന്നിട്ടുണ്ട്, അതിന്റെ ഹൈറ്റും തന്നിട്ടുണ്ട്, സോളിഡിന്റെ ഡാറ്റസ് ഒക്കെ. ഇനി അതിന്റെ എങ്ങനെയാണ് അത് പ്ലേസ് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് അത് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ആണ്, സച്ച് ദാറ്റ് എന്താണ് ആക്സിസ് ഈസ് 50 mm ഇൻ ഫ്രണ്ട് ഓഫ് VP അല്ലെ. വി പിയിൽ നിന്ന് 50 mm മാറിയിട്ടാണ്, വി പിയിൽ നിന്ന് മാറിയിട്ടാണ് 50 mm മാറിയിട്ടാണ് അതിന്റെ ആക്സിസ് വരുന്നത്. ആൻഡ് ബേസ് എഡ്ജസ് ആർ ഈക്വലി ഇൻക്ലൈൻ ടു വി പി അല്ലെ. ബേസ് എഡ്ജസ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വലി ഇൻക്ലൈൻ ടു വി പി ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ വരയ്ക്കുക? അതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എങ്ങനെയായിരിക്കും വരിക എന്ന് പറഞ്ഞേ. മുഫീദ പറയൂ. മുഫീദ, എല്ലാവരും ഒന്ന് വരച്ചു നോക്കൂ. ഞാൻ ടേൺ ബൈ ടേൺ ആയിട്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ചോദിക്കാം. മുഫീദ, കേൾക്കുന്നുണ്ടോ മുഫീദ? ഹലോ, ഓഡിബിൾ അല്ലേ? യെസ് സർ. മുഫീദ ഉത്തരം പറയൂ. ഗായത്രി ദാസ് പറയൂ, എങ്ങനെയായിരിക്കും വരിക? എച്ച് പി ലൈനിന്റെ 50 mm മുകളിലായിട്ട് ആക്സിസ് വരും. എച്ച് പി ലൈനില്
50 mm മുകളിലായിട്ട് ആക്സിസ് വരും. എന്നിട്ട് ഫ്രണ്ട് വ്യൂ സ്ക്വയർ ആയിരിക്കും. പിന്നെ ടോപ്പ് വ്യൂ റെക്റ്റാങ്കിൾ. ഫ്രണ്ട് വ്യൂ സ്ക്വയർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും സ്ക്വയറിന്റെ ഓറിയന്റേഷൻ? ഡയമണ്ട് ഷേപ്പിൽ. ഡയമണ്ട് ഷേപ്പിൽ. ഓക്കെ ഓക്കെ ഗുഡ്. സോ ഇതിന്റെ എങ്ങനെയാണ്, ഞാൻ ഇതിന്റെ സൊല്യൂഷൻ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് എന്താണ് വ്യത്യാസം വന്നത്? എങ്ങനെ ഇത് പ്ലേസ് ചെയ്തത്? ഫ്രണ്ട് വ്യൂ ട്രയാങ്കിളും ഇത് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ മാറി അല്ലേ? സ്ക്വയർ പിരമിഡ് ക്വസ്റ്റ്യൻ മാറിയോ? നമ്മൾ പിരമിഡ് തന്നെയായിരുന്നു ഡിസ്കസ് ചെയ്തത്. പിരമിഡാണ്. ഓക്കെ, അപ്പൊ റെക്ടാങ്കിൾ എന്നാണല്ലോ പറഞ്ഞത്, സ്ക്വയർ പ്രിസത്തിന്റെ കാര്യമൊക്കെയാണല്ലോ പറഞ്ഞത് ഗായത്രി. ട്രയാങ്കിൾ ആയിരിക്കും. സോ ഇവിടെ നോക്കൂ, സ്ക്വയർ പിരമിഡ് വിത്ത് ബേസ് എഡ്ജ് 40, സെയിം ക്വസ്റ്റ്യൻ അല്ലേ? ആൻഡ് ഹൈറ്റ് 80 mm is resting on its base such that axis is 50 mm in front of VP and base edges are equally inclined to VP. Okay, draw the projections. ഇപ്പോൾ ഇവിടെ പറയുന്നത് സ്ക്വയർ പിരമിഡിനെ കുറിച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. അതുപോലെ തന്നെ അതിന്റെ ഒരു സൈഡ് വ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും സൈഡ്സ് എല്ലാം കാണുന്നത് അല്ലേ? അപ്പോൾ അത് ആ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ വരയ്ക്കാൻ തുടങ്ങും. ഓക്കെ, സോ നമുക്ക് വരയ്ക്കാൻ തുടങ്ങുന്നതിന് മുന്നേ റെസ്റ്റിംഗ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് നമ്മൾ നോക്കുക. ഓക്കെ, ഹൈറ്റ് 80 mm ആൻഡ് ഈസ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ്. ഓക്കെ, സച്ച് ദാറ്റ് ആക്സിസ് ഈസ് 50 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഓക്കെ, സോ ആക്സിസ് എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും വരിക? വി പിയിൽ നിന്ന് 50 mm വിട്ടിട്ടായിരിക്കും ആക്സിസ് വരുന്നത്. ഓക്കെ, സോ വി പിയിൽ നിന്ന് 50 mm വിട്ടിട്ട് ആക്സിസ് വരുന്ന സമയത്ത് നിങ്ങൾ ആക്സിസ് പിൻ പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ആൻഡ് ബേസ് എഡ്ജസ് ആർ ഈക്വലി ഇൻക്ലൈൻ ടു വി പി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് വരയ്ക്കാമെന്ന് പറഞ്ഞിരുന്നു. സ്ക്വയർ പ്ലസ് ആണെങ്കിൽ തന്നെ അതിന്റെ സ്ക്വയർ വരയ്ക്കുന്നത്. അപ്പോൾ ഈക്വലി ഇൻക്ലൈൻ, ഈ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്താണ്? വൺ ഓഫ് ഇസ് ബേസ് എഡ്ജ് ഈസ് പാരലൽ ടു വി പി. ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് എഡ്ജസ് ആർ ഈക്വലി ഇൻക്ലൈൻ ടു വി പി എന്ന് പറയുന്ന കണ്ടീഷനാണ്. സോ ആ കണ്ടീഷനിൽ നിങ്ങൾ സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ബേസ് എഡ്ജ് നിങ്ങൾക്ക് തന്നു, 40 ആണ് ഈ ഡയമെൻഷൻ. ഓക്കെ, സോ ഇതെങ്ങനെ എടുക്കുന്നത്? 45 ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഈക്വലി ഇൻക്ലൈൻഡ് ആയിരിക്കും. ബിക്കോസ് ഇത് എന്താണ്? ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ആണ്. അപ്പം 180 90 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 90. സോ 45 എടുത്തു കഴിഞ്ഞാൽ ഈക്വലി ഇൻക്ലൈൻഡ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ടോപ്പ് വ്യൂ കൺസ്ട്രക്ട് ചെയ്യുന്നു. അവിടെ നിന്ന് പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആക്സിസ് ലെങ്ത് ആയിട്ടുള്ള 80 mm നിങ്ങളൊരു ചെയിൻ ലൈൻ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പെക്സ് പോയിന്റ് കിട്ടുന്നു. ആൻഡ് കണക്ടിങ് ബിറ്റ്വീൻ ദ അപ്പെക്സ് പോയിന്റ് ആൻഡ് ദ എൻഡ് പോയിന്റ്സ് യു വിൽ ബി ഗെറ്റിംഗ് ദ സൊല്യൂഷൻ ഫോർ ദിസ് പ്രോബ്ലം. നമ്മൾ പ്രീവിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്നൊക്കെയുള്ള സെയിം ടൈപ്പ് ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണോ? ആ പറയൂ, ചോദിച്ചോളൂ. ഈക്വലി ഇൻക്ലൈൻഡ് ടു വി പി എന്ന് പറയുമ്പോൾ എപ്പോഴും റോംബസ് ആയിരിക്കും വരുന്നത്. ഇങ്ങനത്തെ ഒരു റോംബസ് അല്ല, അത് സ്ക്വയർ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് അതിന്റെ എഡ്ജസ് വരുന്നത് നമുക്ക് പലതരത്തിൽ ഇപ്പോൾ നിങ്ങൾ പ്ലേസ് ചെയ്യാം അല്ലേ? നിങ്ങളിപ്പോൾ ഒരു വാളിനോട് നിങ്ങളുടെ വീടിൽ വാളിനോട് അടുത്തൊരു ക്യൂബ് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഒരു ക്യൂബ് പ്ലേസ് ചെയ്യുന്നു വിചാരിക്കുക. നിങ്ങൾക്കത് പലതരത്തിൽ വെക്കാം. ഒന്നെന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഒരു ഫേസ് പാരലായിട്ട് വരുന്ന പോലെ നമുക്ക് വെക്കാം അല്ലെ? അതിന്റെ ഒരു ഫേസ് നമുക്ക് പാരലായിട്ട് വരുന്ന പോലെ നമുക്ക് വെക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് അതിനെ എന്ത് ചെയ്യും? ഇത് അതിന്റെ ടോപ്പ് വ്യൂ ആണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. ടോപ്പ് വ്യൂ ആണ് വരയ്ക്കുന്നത്. അതായത് ഇവിടെ ഒരു സ്ക്വയർ ഫേസ് ഇല്ലേ, ആ ഫേസ് എന്ന് പറയുന്നത് ഇതിന് പാരലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വെക്കാം? ഇതൊന്ന് കുറച്ച് ടിൽറ്റ് ചെയ്യാം അല്ലെ? ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിനെ ഇങ്ങനെ ഒരു ഷേപ്പിലും വെക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഷേപ്പിൽ വെക്കുമ്പോൾ എന്താണ്? ഇതാണ് അതിന്റെ ബേസ് അഡ്ജസ്റ്റ് നമുക്കറിയാം അല്ലെ? നമ്മൾ ടോപ്പ് വ്യൂവിൽ കാണുമ്പോൾ ബേസ് അഡ്ജസ്റ്റ് ആണ് നമ്മൾ കാണുന്നത്. സോ ഇവിടെ നിന്ന് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് വി പി എങ്കിൽ വാളിൽ നിന്ന് എന്താണ്? ഇവിടെ ഒരു ചെറിയ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. ഓക്കെ, സോ ഇതൊരു പ്രോപ്പർ ആയിട്ട് ഈക്വലി ഇൻക്ലൈൻഡ് ആക്കി വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡയമണ്ട് ഷേപ്പ് പോലെയുള്ള സ്ക്വയർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓറിയന്റേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഓരോ ഹിൻസ് തരുന്നത്. അപ്പൊ ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണോ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഇത് എന്താണ്, നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. ഈ പെൻഡാഗൺ പിരമിഡിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സോ നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ. പെൻഡാഗൺ പിരമിഡ് വിത്ത് ബേസ് എഡ്ജ് 30 ആൻഡ് ഹൈറ്റ് 80 mm, റസ്റ്റിംഗ് ഓൺ HP എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഓൺ ഇറ്റ്സ് ബേസ്, ബേസിൽ റസ്റ്റ് ചെയ്യാണ്, HP-യിലാണെന്നും പറയുന്നുണ്ട്. വിത്ത് ആക്സിസ് 50 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പോൾ അതിന്റെ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഇസ് പാരലൽ ആൻഡ് നിയറർ ടു VP എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെൻഡാഗൺ പല രീതിയിൽ വരയ്ക്കാം അല്ലേ. പെൻഡാഗൺ നമുക്ക് എങ്ങനെയൊക്കെ വരയ്ക്കാം? ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, അതുപോലെ തന്നെ പല ഓറിയന്റേഷനിൽ നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഏതിലാണ് പറയുന്നത് നോക്കുക, ഏത് കണ്ടീഷനിലാണ്. ഓക്കെ, ബേസ് എഡ്ജ് പാരലലും ആയിരിക്കണം, അതുപോലെ തന്നെ ആ എഡ്ജ് നിയറർ ടു VP ആയിരിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് പല കണ്ടീഷനിൽ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അതിൽ ഏത് കണ്ടീഷനാണ് ആദ്യം റഫായിട്ടൊന്ന് സ്കെച്ച് ചെയ്ത് നോക്കുക. അതിനുശേഷം പറഞ്ഞ കണ്ടീഷനിലോട്ട് കൊണ്ടുവരാം. ആക്സിസ് എന്ന് പറയുന്നത് 50 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറഞ്ഞാൽ XYയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആക്കിയിട്ട് അത് മാർക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ വെക്കുക. അതിനുശേഷം വരയ്ക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ, വിൽ സി. അപ്പൊ എന്താണ് ഇതുവരെ നമ്മൾ കണ്ടത്, അതായത് നമ്മൾ എന്താണ് സിമ്പിൾ പൊസിഷനിൽ വെച്ചിട്ടുള്ള പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. നമ്മൾ പിരമിഡ്സിലും കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു, പ്രിസത്തിലും കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏത് ക്വസ്റ്റ്യൻ വന്നാലും സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നാൽ വരയ്ക്കേണ്ട ഒരു രീതിയിലായിട്ടുണ്ടാവണം. ഓക്കെ, നൗ വി വിൽ സി അതിന്റെ എന്താണ് ഒരു ഇൻക്ലിനേഷൻ മാത്രം വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ സിമ്പിൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ബേസ് ഒന്നെങ്കിൽ എന്തായിരിക്കും, ബേസ് വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് പ്ലെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ റെസ്റ്റിംഗ് ഓൺ HP VP എന്നുള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ ബേസ് പാരലൽ ടു HP VP എന്നുള്ള കണ്ടീഷൻ ആയിരിക്കും സിമ്പിൾ പൊസിഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതിന് ശേഷം വരുന്ന ഒരു കണ്ടീഷനാണ് നമുക്കിപ്പോൾ എന്താണ് ആ സോൾസിനെ തന്നെ നമുക്ക് എന്താണ് കുറച്ച് ടിൽറ്റ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അങ്ങനെ ടിൽറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അതിൻ്റെ ഒരു ഇൻക്ലിനേഷൻ വെച്ച് വരക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ഇൻക്ലിനേഷൻ വെച്ച് വരയ്ക്കുമ്പോൾ സോ എന്ത് ചെയ്യണം, അപ്പൊ അങ്ങനെ ഒരു ഇൻക്ലിനേഷൻ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്താണ് നമുക്ക് അഡീഷണൽ സെറ്റുകൾ ഇവിടെ വരയ്ക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതാണ് അതിന്റെ ഫൈനൽ പൊസിഷൻ എങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ടിൽറ്റ് ആയിരിക്കുന്ന ഒരു സോളിഡിനെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം റൊട്ടേറ്റ് ചെയ്ത് അതിനെ സിമ്പിൾ പൊസിഷനാക്കി മാറ്റും. അപ്പൊ സിമ്പിൾ പൊസിഷൻ വരച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ആദ്യം അതിനെ സിമ്പിൾ പൊസിഷനിൽ വരയ്ക്കും, എന്നിട്ട് വേണ്ട ഇൻക്ലിനേഷൻ കൊടുക്കും. സോ ഇൻക്ലിനേഷൻ വിത്ത് HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രണ്ട് വ്യൂവിലായിരിക്കും കാണുക, അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ വിത്ത് VP ആണ് പറഞ്ഞെങ്കിൽ അത് ടോപ്പ് വ്യൂവിലായിരിക്കും കാണുക. ആ സെയിം പ്രിൻസിപ്പിൾ തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, എ ട്രയാങ്കുലർ പിരമിഡ് വിത്ത് ബേസ് എഡ്ജ് 30 mm. ഓക്കെ, സോ ട്രയാങ്കുലർ പിരമിഡ് വിത്ത് ബേസ് എഡ്ജ് 30 mm ആൻഡ് ഹൈറ്റ് 80 mm ഈസ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് കോർണർ ഓൺ HP. ഓക്കെ, റെസ്റ്റിംഗ് ഓൺ കോർണർ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ബേസ് എഡ്ജ് ഒന്ന് ടച്ച് ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ കോർണർ, എഡ്ജ് തമ്മിൽ ടച്ച് ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ കോർണർ എന്ന് പറയാം അല്ലേ. അപ്പൊ കോർണറിലാണ് HP-യിൽ റെസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ ഒരു എന്താണ് ഒരു ബേസിലോ കാര്യങ്ങളോ ഒന്നുമല്ല റെസ്റ്റ് ചെയ്യുന്നത്. സോ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഒരു ഇൻക്ലിനേഷൻ, സം സോർട്ട് ഓഫ് ഇൻക്ലിനേഷൻ വിൽ ബി ദർ. ഓക്കെ, സോ സച്ച് ദാറ്റ് ദ ആക്സിസ് ഈസ് ഇൻക്ലൈൻ ടു 30 degree. നമ്മൾ വിചാരിച്ച കണ്ടീഷൻ തന്നെ വന്നു. ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്, പെർപെൻഡിക്കുലർ ആയിട്ടല്ല നിൽക്കുന്നത്. പറയൂ സാർ. അപ്പൊ ആക്സിസിനെ എങ്ങനെ 30 ഡിഗ്രിയിൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും? നമുക്ക് സോൾവ് ചെയ്യാം ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ആക്സിസ് 30 degree to HP എന്നുള്ള കണ്ടീഷൻ അവർ പറയുന്നുണ്ട്. സോ ഡ്രോ ഇസ് പ്രൊജക്ഷൻ. സോ നമുക്ക് ഫൈനലായിട്ട് വേണ്ട ഒരു പ്രൊജക്ഷൻ ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ സെക്കൻഡ് ഫിഗർ. പക്ഷെ അതിലേക്ക് വരയ്ക്കാൻ നമുക്ക് എന്താണ്, ആദ്യം നമ്മൾ സിമ്പിൾ പൊസിഷനിൽ നിന്ന് വരച്ചാണ് തുടങ്ങുക. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, അതായത് ഒരു ട്രയാങ്കുലർ പിരമിഡ് ആയിരിക്കും. ട്രയാങ്കുലർ പിരമിഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്, റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണർ. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ഗ്രൗണ്ടിൽ നിങ്ങൾ ഒരു ട്രയാങ്കുലർ പിരമിഡ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ബേസ് ടച്ച് ചെയ്തിട്ടായിരിക്കും നമ്മൾ വെക്കാൻ പറ്റുക. പക്ഷെ നിങ്ങൾ എന്താണ് ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അത് നമുക്ക് എന്താണ് ഈ വിത്ത് റെസ്പെക്ട് ഈ കോർണറിൽ എന്ത് ചെയ്യും, അതിങ്ങനെ ഒരു ഷിഫ്റ്റ് ചെയ്തായിട്ട് വരുന്നതായിട്ട് വന്നെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഫൈനൽ ആയിട്ടുള്ള ഫിഗർ. ഇങ്ങനെ വരുന്ന പോലെ ആവണമെന്നാണ് അവർ പറയുന്നത് അല്ലെ. അപ്പൊ എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പുഷ് നിങ്ങൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, അത് സിമ്പിൾ പൊസിഷനിലേക്ക് തിരിച്ചു വരും. അതായത് ബേസ് റെസ്റ്റിംഗ് ഓൺ HP എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്കായിട്ട് മാറും. അപ്പൊ ആ കണ്ടീഷൻ നമുക്ക് ആദ്യം വരയ്ക്കാൻ അറിയാം, ബിക്കോസ് നമ്മളിപ്പോൾ എന്താണ് സിമ്പിൾ പൊസിഷൻ എങ്ങനെയാണെന്നുള്ള വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. സോ അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ.
അപ്പോൾ ആക്സിസ് ഈസ് ഇൻക്ലൈൻ ടു 30 ഡിഗ്രി എന്നുള്ളതിന് പകരം ആക്സിസ് നമ്മൾ എന്താണ് ആദ്യം പെർപെൻഡിക്കുലർ ആയിട്ട് HP പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുന്ന സിമ്പിൾ പൊസിഷൻ നമ്മൾ വരയ്ക്കുന്നു, ഇതിനെ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിൽ. ഓക്കെ, ഇതാണെന്നുള്ള ഐഡിയ നമുക്കുണ്ട്, പക്ഷെ ഇത് എങ്ങനെ വരക്കണം എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ തിരിച്ച് കൊണ്ടുവരും. അപ്പോൾ റിട്ടേൺ കൊണ്ടുവരുമ്പോൾ എന്തിനും ഈ സിമ്പിൾ പൊസിഷൻ കണ്ടീഷൻ നമ്മൾ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ആ കണ്ടീഷനിൽ വെച്ച് വരയ്ക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ സെയിം സോളിഡിനെ നമ്മൾ പറഞ്ഞ കണ്ടീഷനിൽ വരയ്ക്കുക, അതായത് ബേസ് റെസ്റ്റിംഗ് ഓൺ HP എന്നുള്ള കണ്ടീഷനിൽ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, HPയിൽ നിന്ന് അതിനെ മെല്ലെ ലിഫ്റ്റ് ചെയ്തിട്ട് കോർണറിൽ മാത്രം റെസ്റ്റ് ചെയ്യുന്ന പോലെ ആക്കുക. അതായത് ഈ സോളിഡിനെ കൊണ്ടുവന്നിട്ട് ടേൺ ചെയ്യുമ്പോൾ അത് ഒറ്റ കോർണറിൽ നിൽക്കുന്ന പോലെ. ഓക്കെ, അതെങ്ങനെ വരയ്ക്കണം, സിമ്പിൾ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ട്രയാങ്കുലർ പിരമിഡ് വിത്ത് ബേസ് എഡ്ജ് 30 mm. ഓക്കെ, ട്രയാങ്കുലർ പിരമിഡ് വിത്ത് ബേസ് എഡ്ജ് 30 mm വരയ്ക്കുക ആൻഡ് ഹൈറ്റ് 80 mm. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, ഒറ്റ. Okay, so triangular pyramid with base edge 30 mm. Okay, base edge 30 mm and 80 mm resting on its corner in HP എന്നാണ് പറയുന്നത് അല്ലേ. സോ അതിന്റെ സിമ്പിൾ പൊസിഷൻ ആയിട്ട് നമ്മൾ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇസ് ബേസ് ആയിട്ട് കൊണ്ടുവരുന്ന കേസിൽ നമ്മൾ വരച്ചു കൊടുക്കുക. ട്രയാങ്കുലർ ബേസ് എഡ്ജ് തന്നിട്ടുണ്ട് 30 തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഹൈറ്റ് 18 തന്നിട്ടുണ്ട്. സോ അതിന്റെ സിമ്പിൾ ഫിഗർ നമ്മൾ എങ്ങനെ വരയ്ക്കും, ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വരയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സച്ച് ദാറ്റ് ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു HP. അത് ഇൻക്ലിനേഷൻ ആണ്, അത് ഫസ്റ്റ് കണ്ടീഷനിൽ എടുക്കണ്ട, നമ്മൾ വരച്ചു തുടങ്ങാം. ഓക്കെ, സോ ഈ കേസിൽ നോക്കൂ, ഈ കേസിൽ നമ്മളിപ്പോൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ പ്രശ്നം റെസ്റ്റിംഗ് ഓൺ HP-യിലാണ് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞു. അതിനെ നമുക്കിപ്പോൾ എങ്ങനെയൊക്കെ വരയ്ക്കാം, XYയിലാണ്. നിങ്ങൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ റഫായിട്ടൊന്ന് സ്കെച്ച് ചെയ്ത് നോക്കുക. നമ്മൾ പറഞ്ഞു അതിന്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആയിരിക്കും എന്നറിയാം, ട്രയാങ്കിൾ പിരമിഡ് ആയതുകൊണ്ട്. സോ നമ്മൾ ടോപ്പ് വ്യൂ വരച്ചു തുടങ്ങും. സോ ഒരു ട്രയാങ്കിളിനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പല ഓറിയന്റേഷൻ ഉണ്ട് അല്ലേ. നമുക്ക് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, നമുക്ക് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, സോ ഇതിലേതിനെ നമ്മൾ ഇൻക്ലൈൻ ചെയ്താണ് ഒരു കോർണറിൽ റെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കുക. ഓക്കെ, സോ ഇവിടെ നിന്ന് ഇപ്പൊ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇത് ഈ ബേസ് പാരലായിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലേ. സോ ആ കേസിൽ നമുക്ക് എന്താണ് ഇങ്ങോട്ട് ടേൺ ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു സൈഡ് അതിന് പാരലായിട്ട് വെച്ച് ടേൺ ചെയ്യുന്ന പോലെയാണ് വരുന്നത്. അപ്പോഴും എന്താണ് ഒരു കോർണറിൽ റെസ്റ്റ് ചെയ്യുന്ന പോലെ വരും, പക്ഷെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, ബട്ട് വേറൊരു കേസ് ഇപ്പൊ എങ്ങനെയാണ്, ഇപ്പൊ ഈ കേസ് നോക്കുക. ഈ കേസ് എന്ന് പറയുന്നത് എന്താണ്, ഈ കേസിനെ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിൽക്കുക, ഇതൊരു റെസ്റ്റ് ചെയ്യുന്നത് ഈ കോർണറിലായിട്ട് മാറും അല്ലെ. പിന്നെ ഇത് തിരിക്കുമ്പോൾ എന്താണ് ചെറിയ ചെറിയ ഇൻക്ലിനേഷൻസ് ഉള്ളതുപോലെ ആയിരിക്കും അത് തിരിഞ്ഞു വരുന്നത്. സോ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കോർണർ തിരിക്കാനായിട്ട് സാധിക്കുക ഈ ഒരു ഫിഗർ വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഈ ഒരു ഫിഗർ വെച്ചിട്ട്, കാരണം ഇതിനെന്താണ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു പുഷ് കൊടുത്താൽ മാത്രം മതി, അത് അങ്ങോട്ട് തിരിഞ്ഞോളും, വരയ്ക്കാനും എളുപ്പമുണ്ടാവും. കാരണം എന്താണ് ചെറിയ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ലൈൻസ് ഒന്നും ഇല്ല, എല്ലാം എന്താണ് ക്ലിയർ ആയിട്ടാണുള്ളത്. സോ ഈ കണ്ടീഷനായിരിക്കും നമുക്ക് ബെറ്റർ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ ആ കേസിലുള്ള ഓറിയന്റേഷൻ വരയ്ക്കുന്നു നമ്മൾ, അതിന്റെ പ്രൊജക്ഷൻസ് വരയ്ക്കുന്നു, അതാണ് അതിന്റെ സിമ്പിൾ പൊസിഷൻ. ഇനി എന്ത് ചെയ്യണം, ഇവിടെ വിത്ത് റെസ്പെക്ട് ഈ കോർണറിൽ റെസ്റ്റ് ചെയ്യുന്ന പോലെയാണ് നമുക്ക് തിരിക്കാനുള്ളത്. അപ്പൊ അതിന് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻക്ലൈൻ ചെയ്യണം. ആ ഇൻക്ലിനേഷൻ ആണ് നിങ്ങൾക്ക് തരുന്നത് ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ഓക്കെ ടു HP. ഈ കണ്ടീഷൻ ഇപ്പൊ എന്താണ്, ആക്സിസ് ഇപ്പൊ എന്താണ് പെർപെൻഡിക്കുലർ ടു HP ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെ. അതിനെ നിങ്ങൾ അപ്പം എന്ത് ചെയ്യണം, 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ചെയിൻ ലൈൻ വരയ്ക്കുക. ഓക്കെ, സോ XYയിൽ നിന്ന് എന്താണ് 30 ഡിഗ്രി എടുക്കുക. ഓക്കെ, എന്നിട്ട് ഒരു ചെയിൻ ലൈൻ വരച്ചു വെക്കുക. എന്നിട്ട് റെസ്റ്റിംഗ് ഓൺ വൺ കോർണർ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഈ പോയിന്റ് ആയിരിക്കും എന്ത് നിങ്ങളുടെ C പോയിന്റ്, C'. ഓക്കെ, ഇവിടെ C' വിത്ത് റെസ്പെക്ട് ടു ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് ഇതേ സെയിം ഫിഗർ കോപ്പി ചെയ്യാം. ഓക്കെ, സോ അതായത് M' നിന്ന് A' B'ലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ കോപ്പി ചെയ്യുക, M' നിന്ന് C'ലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ കോപ്പി ചെയ്യുക, അതുപോലെ തന്നെ M' ടു N' എന്നുള്ള ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്യുക. C' എന്ന് പറയുന്നത് എന്താണ് റെസ്റ്റിംഗ് ഓൺ വൺ കോർണർ ആയതുകൊണ്ട് XYയിൽ ടച്ച് ചെയ്ത് തന്നെ വരയ്ക്കുക. അപ്പൊ ഈ കണ്ടീഷനിൽ നമ്മളിവിടെ റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗറിന്റെ പ്രൊജക്ഷന്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദെൻ വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ഡ്രോപ്പ് ദ പ്രൊജക്ടേഴ്സ് ഫ്രം ഈച്ച് പോയിന്റ്. സോ ദിസ് ഈസ് അവർ N' പോയിന്റ്. സർ അത് C' തന്നെയാണോ 30 ഡിഗ്രി എടുത്തിരിക്കുന്നത്? അല്ല, C' നല്ല 30 ഡിഗ്രി എടുത്തിരിക്കുന്നത്.
ആക്സിസ് ഇസ് ഇൻക്ലൈൻഡ് ആണ് പറയുന്നത്. അതായത് എം ഡാഷ് എൻ ഡാഷ് ആണ് 30 ഡിഗ്രി വരുന്നത്. ഓക്കെ, ഇപ്പൊ സംടൈംസ് ക്വസ്റ്റ്യനിൽ പറയണം വൺ ഓഫ് ഹിസ് എന്താണ് ലാറ്ററൽ സൈഡ് ഈസ് ഹാവിങ് ആൻ ഇൻക്ലിനേഷൻ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഈ സൈഡ് എടുക്കേണ്ടത്. ഈ കേസിൽ ഇത് സ്പെസിഫിക്കലി പറയേണ്ട ആക്സിസ് ആണ് ഇൻക്ലൈൻഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ടു ആക്സിസ് വേണം എടുക്കാൻ. ഏതാണോ പറഞ്ഞത് അത് എടുക്കണം ഡിഗ്രി. ആക്സിസ് ഇസ് ഇൻക്ലൈൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആക്സിസ് ലൈനിന് ഇൻക്ലിനേഷൻ കാണിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ പറയണ ബേസിസ് ഇൻക്ലൈൻഡ് 60 ഡിഗ്രി എന്ന് പറയുന്നു. അതായത് ഈ കേസിൽ എന്താണ് ബേസിസ് പാരലൽ ടു എച്ച് പി ആണ് അല്ലെ, ബേസിസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബേസിനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 60 ഡിഗ്രി എടുത്താലും അത് ഒരു ക്വസ്റ്റ്യനിൽ വേറെ രീതിയിലും ചോദിക്കാം. അപ്പൊ എന്താണ് ഇവിടെയാണ് നിങ്ങൾ 60 ഡിഗ്രി എടുക്കേണ്ടത്. നമ്മൾ ഏതാണ് പറഞ്ഞിരിക്കുന്നത് അത് എടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. സോ അപ്പോൾ ആ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ എന്താണ് വരയ്ക്കുക. ഓക്കെ, സോ ഈ കേസിൽ നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് 30 ഡിഗ്രി ഇൻക്ലിനേഷൻ എടുത്തു. അപ്പൊ അത് നിങ്ങൾ വരച്ചു. ഈ എൻറ്റയർ ഫിഗർ ഇങ്ങോട്ട് കോപ്പി ചെയ്യുക. ഈ പറഞ്ഞ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഈ ഫിഗർ കോപ്പി ചെയ്തു. ഈ ലെങ്ത് എന്ന് പറയുന്നത് ഒക്കെ സെയിം ആയിരിക്കും, ഈ ലെങ്ത് തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരച്ചതിന് ശേഷം പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്യുക, താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. ലോങ് പ്രൊജക്ടേഴ്സ് വരച്ചു വെക്കുക. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള പ്രൊജക്ടേഴ്സും വരയ്ക്കുക. ബിയിൽ നിന്ന് വരയ്ക്കുക, സിയിൽ നിന്ന് വരയ്ക്കുക, എയിൽ നിന്ന് വരയ്ക്കുക. അപ്പോൾ ഏതൊക്കെ ലൈൻസ് ആണ് കോയിൻസൈഡ് ചെയ്യുന്നത് നോക്കുക. അതിന് മുന്നേ നെയിം ചെയ്യുക. സി ഡാഷ് ഈ പോയിന്റ് ആയിരിക്കും എം ഡാഷ്, ഈ പോയിന്റ് എന്തായിരിക്കും എ ഡാഷ് ബി ഡാഷ്, ഇതായിരിക്കും എൻ ഡാഷ്. സോ എ ഡാഷ് ബി ഡാഷ് എന്നുള്ള ലൈനും ബിയിൽ നിന്നുള്ള ലൈനും വരുന്ന ഈ പോയിന്റ് ആയിരിക്കും ബി. അതുപോലെ തന്നെ എ ഡാഷ് ബി ഡാഷ് എന്ന് വരുന്ന ലൈനും എയിൽ നിന്ന് പോയിന്റ് വരുന്ന ഈ പോയിന്റാണ് എ. സി ഡാഷ് എന്ന് വരുന്ന പോയിന്റും സിയിൽ നിന്ന് വരുന്ന പോയിന്റും കൂടെ മുട്ടുന്നതാണ് സി. എൻ ഡാഷ് എന്നുള്ളതും എന്നും കൂടെ വരുന്നതാണ് എൻ. അങ്ങനെ എല്ലാ പോയിന്റ്സും ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ പിന്നെ നമ്മൾ കാണുന്ന സൈഡിന് ഇപ്പൊ എന്താണ് ഇവിടെ ഇപ്പൊ ടോപ്പ് വ്യൂവിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ സൈഡൊക്കെ നിങ്ങൾക്ക് വിസിബിൾ, ബി എൻ എന്ന് പറയുന്ന ലൈനും എ എൻ എന്ന് പറയുന്ന ലൈനും വിസിബിൾ ആയിരിക്കും അല്ലെ. ബി എൻ എന്ന് പറയുന്ന ലൈനും എ എൻ എന്ന് പറയുന്ന ലൈനും വിസിബിൾ ആയിരിക്കും. പക്ഷെ സി എൻ എന്ന് പറയുന്ന ലൈൻ വിസിബിൾ ആവില്ല. അതെന്താണ്, അത് ടോപ്പ് വ്യൂവിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇത് താഴെയുള്ള പോർഷൻ ആണ്, അത് വിസിബിൾ ആവില്ല. ഓക്കെ, സോ സിയിലേക്ക് കണക്ട് ചെയ്യുന്ന ലൈൻസ് ഒന്നും വിസിബിൾ ആവില്ല. അതായത് ഇവിടെ നോക്കിയാലും മതി. ഇതാണ് സിമ്പിൾ ടോപ്പ് വ്യൂ, സിമ്പിൾ ആയിട്ടുള്ള ഫിഗറിന്റെ ടോപ്പ് വ്യൂ. ഇനി എന്ത് ചെയ്യണം, ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ റെസ്റ്റ് ചെയ്യുന്ന പോലെ ഇതിനെ ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്യണം, ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, എ ബി എം എന്ന് പറയുന്ന സൈഡാണ്, അല്ലെങ്കിൽ എ ബി എന്താണ് ഈ ഫേസ് ഇല്ലേ എ ബി എൻ എന്ന് പറയുന്ന സൈഡാണ് കാണാൻ പോകുന്നത്. എ ബി എൻ, എ ബി എൻ. ബാക്കി ഈ പുറകിൽ വരുന്ന സൈഡ് കാണില്ല. സോ അതുകൊണ്ടാണ് ഇതൊക്കെ ഹിഡൻ ലൈൻ ആയിട്ട് വരച്ചത്. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഹലോ, ഓക്കെ സാർ, ഓക്കെ സാർ. ഗൗരിനന്ദൻ. യെസ് സർ. സോ ഇവിടെ ഈ ചെക്ക് ചെയ്താൽ മതി. സിമ്പിൾ പൊസിഷനിൽ നിന്ന് എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് ആലോചിക്കുക. നോക്കി, ഇതാണ് സിമ്പിൾ പൊസിഷൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു, ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ എന്ത് പറ്റി, എ ബി എം എൻ എന്ന് പറയുന്ന സൈഡാണ് വിസിബിൾ, കൂടുതൽ വിസിബിൾ. അതിന്റെ താഴെ പോകുന്ന സൈഡ് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ കാണില്ല. അതുകൊണ്ടാണ് സി എൻ എന്നുള്ള ലൈനും അതുപോലെ ബി ടു സി കണക്ഷനും എ ടു സി കണക്ഷനും എന്താണ് അതെന്ന് പറയുന്നത് ഇൻവിസിബിൾ ആയിട്ട് പോയത്. ഇൻവിസിബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡാഷ്ഡ് ലൈൻസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. ഓക്കെ, സോ ഈ എ ബി എൻ എന്ന് പറയുന്ന ഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണുക. അതിന്റെ പുറകിലോട്ടായിരിക്കും താഴോട്ടായിരിക്കും അതിന്റെ ട്രയാങ്കിൾ പ്രിസത്തിന്റെ ബാക്കി സൈഡ്സ് ഉണ്ടാവുക. ക്ലിയർ? സോ ഇതെന്ന് പറയുന്ന ഒറ്റ ഇൻക്ലിനേഷൻ വരുന്നതാണ്. ഇത് ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി മാത്രമാണ്. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെ ചോദിക്കാം, ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ചോദിക്കാം, ഇൻക്ലിനേഷൻ വിത്ത് വി പി ചോദിക്കാം. ചിലപ്പോൾ ആക്സിസ് ഇൻക്ലിനേഷന് പകരം ബേസിന്റെ ഇൻക്ലിനേഷൻ പറയാം, അല്ലെങ്കിൽ സ്ലൈഡ് എഡ്ജിന്റെ ഇൻക്ലിനേഷൻ പറയാം. അങ്ങനെ പലതരത്തിൽ ചോദിക്കാം. ഓക്കെ, സോ വിൽ സി അനദർ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കൂ, ഒരു സ്ക്വയർ പിരമിഡ് ആണ്. ഓക്കെ, സ്ക്വയർ പിരമിഡ് of 30 mm side and 60 mm height is resting on one of its base edge on HP, keeping its axis inclined 45 degrees to HP. So ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ്. ഒരു സ്ക്വയർ പിരമിഡ് ആണ്, അതിന്റെ ഫൈനൽ വ്യൂവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഫൈനൽ വ്യൂ എന്ന് പറയുന്നത് എന്താണ്, റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് എന്നാണ് പറയുന്നത് അല്ലെ. സിമ്പിൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് എന്ന് പറയുന്ന രീതിയിലായിരിക്കും.
ഇവിടെ എന്താണ് പറയുന്നത്? റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് എന്നാണ് പറയുന്നത്. സോ ഒരു സ്ക്വയറിന്റെ ഒരു എഡ്ജിൽ മാത്രമാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ബേസ് കോർണർ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരച്ചെന്നെ? ബേസ് കോർണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് വ്യൂ എങ്ങനെ വരച്ചെന്നെ? ഹരി പറയൂ. ബേസ് കോർണറിലാണ് റെസ്റ്റിംഗ് ഓൺ ബേസ് കോർണർ ആണെങ്കിൽ സിമ്പിൾ വ്യൂ എങ്ങനെ വരച്ചു തുടങ്ങിയേനെ? ബേസ് കോർണർ ആണ്. ഇതെന്ന് പറയുന്നത് റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ് ആണ്. അതിന് പകരം ബേസ് കോർണറിലായിരുന്നെങ്കിൽ എങ്ങനെ വരച്ചു? അതെ അതെ, ഈ കണ്ടീഷൻ മാത്രം ഞാൻ ഒന്ന് മാറ്റി. അതെ, ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ട് വേണം വരയ്ക്കാൻ. കാരണം എന്താണ്, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതിന് നിങ്ങളൊരു റൊട്ടേഷൻ കൊടുക്കുമ്പോൾ എന്ത് പറ്റും? വിത്ത് റെസ്പെക്ട് ഈ പോയിന്റ് ആയിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ ആയിരിക്കും. ഈ കേസിൽ പറയുന്നത് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വരയ്ക്കും. അതായത് സി ഡിയിലാണ് നമ്മൾ റെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. എ ബി സി ഡി എന്ന് പറഞ്ഞ ഫേസിലാണ് ആദ്യം റെസ്റ്റ് ചെയ്യുന്നത് സിമ്പിൾ പൊസിഷനിൽ. അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ടിൽറ്റ് ചെയ്യും. ഇവിടെ നിന്ന് നമ്മൾ ടിൽറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ സൈഡ് പൊന്തും. എ ബി എന്ന് പറയുന്ന സൈഡ് പൊന്തും. അപ്പൊ റെസ്റ്റ് ചെയ്യുന്ന ഏതിലും സി ഡിയിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്. സി ഡിയിൽ റെസ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് എന്താണ് നമ്മൾ ബാക്കിയുള്ള ഡയഗ്രാംസ് വരയ്ക്കും. അപ്പോൾ സിമ്പിൾ ഇതിപ്പോ ഇതാണ് ഫൈനൽ വ്യൂ എന്ന് നമുക്ക് അറിയുന്നതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? സിമ്പിൾ പൊസിഷൻ വരയ്ക്കാൻ നമ്മൾ ബേസിലേക്ക് റെഫറൻസ് പ്ലെയിലേക്ക് കടത്തും. അപ്പൊ എന്ത് പറ്റും? എ ബി സി ഡി എന്ന് പറയുന്ന ബേസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി ഐ വന്നു. അതിന്റെ സിമ്പിൾ പൊസിഷൻ വരച്ചു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? വി വിൽ ഡ്രോ ദ കറസ്പോണ്ടിങ് ഇൻക്ലിനേഷൻ. ഇവിടെ പറയുന്നുണ്ട്. സോ ഇത് വരച്ചതിന് ശേഷം ആക്സിസ് ഇൻക്ലൈൻ 45 ഡിഗ്രി ടു എച്ച് പി എന്ന് പറയുന്നുണ്ട്. സോ എച്ച് പിയിൽ വരുന്ന ഇൻക്ലിനേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ കാണിക്കുന്ന ഫ്രണ്ട് വ്യൂയിലായിരിക്കും. സോ ഈ കറസ്പോണ്ടിങ് ഫിഗറിനെ നിങ്ങൾ എന്ത് ചെയ്യും? ആക്സിസ് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുന്ന കണ്ടീഷൻ ആക്കി പറ്റും. സോ ഫ്രം എക്സ് വൈ നിങ്ങൾ 45 ഡിഗ്രി എടുക്കും. എന്താണ് വരയ്ക്കും. ഈ സി ഡിയെ നിങ്ങൾ ഇവിടെ റെസ്റ്റ് ചെയ്യിപ്പിക്കും. സി ഡി ടച്ചിങ് ഓൺ എക്സ് വൈ പോലെ വരയ്ക്കും. അപ്പൊ എന്താവും? സിന്ന് എമ്മിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടും. അതിവിടെ മാർക്ക് ചെയ്യും. എമ്മിൽ നിന്ന് എ ഡാഷ് ബി ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടും. അതിവിടെ മാർക്ക് ചെയ്യും. ഓക്കെ, ഇത് പി ഡാഷ് എന്നല്ല, ഇത് എം ഡാഷ്, ഇത് എൻ ഡാഷ്. ഓക്കെ, അത് മാർക്ക് ചെയ്യും. സോ അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ചെരിച്ച രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്യുന്നു. പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? കറസ്പോണ്ടിങ് ഇവിടെ നിന്ന് പ്രൊജക്ടേഴ്സ് പിൻ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ പോയിന്റ്സ്. ഓക്കെ, സോ അങ്ങനെ പോയിന്റ്സ് കിട്ടുന്നു. അതിനുശേഷം നിങ്ങൾ എന്താണ് വരയ്ക്കുകയാണ്. സോ ഈ കേസിൽ ഇതൊരു ചെറിയ എറർ ഉണ്ട്. ഇങ്ങനെയല്ല വരിക. എങ്ങനെയായിരിക്കും വരിക? ഇങ്ങോട്ടാണ് കണക്ഷൻ വരുന്നത്. ഓക്കെ, ഇങ്ങോട്ടാണ് കണക്ഷൻ വരുന്നത്. വരച്ചത് മാറിപ്പോകുന്നതാണ്. സോ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഉണ്ടാവുക. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞത് ഈ ലൈൻ ഇല്ല, കേട്ടല്ലോ? ഈ ലൈൻ ഇല്ലേ? ഈ ലൈൻ എന്ന് പറയുന്നത് എങ്ങോട്ടായിരുന്നു വേണ്ടത്? ഒ ബി ആയിട്ടായിരുന്നു വേണ്ടത്. അതുപോലെ തന്നെ ഈ ലൈൻ എന്ന് പറയുന്നത് ഒ എ ആയിട്ടാണ് വേണ്ടത്. അപ്പൊ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? എ ബി എം എന്ന് പറയുന്ന ഫേസ് ആയിരിക്കും കാണുക, അല്ലെ? അപ്പൊ ഈ സൈഡ് എന്ന് പറയുന്നത് ഹിഡൻ ആയിരിക്കും. അതാണ് ഇത് ഹിഡൻ ആക്കി വരച്ചത്. ക്ലിയർ ആണോ? ക്ലിയർ? ആസിഫ് ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയോ? അത് ആ ബേസ് തിരിക്കണോ? അത്ര മതി. ആ എഡ്ജ്. അതായത് സിമ്പിൾ പൊസിഷൻ വരച്ചതിന് ശേഷം നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ നോക്കാം. ആക്സിസ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ടു എച്ച് പി എന്നാണ് പറയുന്നത്. സോ ഈ കേസ് നമുക്ക് നോക്കിയാൽ ആക്സിസ് ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. സോ ഇതിന്റെ ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? എക്സ് വൈയിൽ നിന്ന് 45 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ഒരു ചെയിൻ ലൈൻ വരച്ചു വെക്കുന്നു. സോ ചെയിൻ ലൈൻ വരച്ചു വെച്ചിട്ട് അതിലെന്താണ്? അതിന്റെ ഈ ഫിഗർ അതേപോലെ ഇവിടെ കോപ്പി ചെയ്യുന്നു. മെഷർമെന്റ്സ് ഒക്കെ അതേപോലെ ആയിരിക്കും. ഒരൊറ്റ കണ്ടീഷനിൽ ഇത് ഈ എ ബി സി ഡിയിലാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷനിലേക്ക് ആക്കാൻ സി ഡിയിൽ മാത്രം റെസ്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും. സി ഡിയിൽ മാത്രം. ഓക്കെ ഓക്കെ. അതെ. അപ്പൊ ഈ സി ഡി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ എന്താണ്? പുറകിലോട്ട് ഒരു ലൈൻ ഉണ്ട്. ആ എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്.
അതിന്റെ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഒറ്റ പോയിന്റ് ആയിട്ടാണ് സി ഡാഷും ഡി ഡാഷും കാണുക. അങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ പറഞ്ഞ കണ്ടീഷനിലേക്ക് ആക്കി വരയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഈ പോയിന്റും കിട്ടി, ഈ ലൈന് 45 ഡിഗ്രിയും കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഇതെന്താണ് എൻ്റർ ഈ ലെങ്ത്തുകളൊക്കെ ഇങ്ങോട്ട് റീകൺസ്ട്രക്ട് ചെയ്യുന്നു. ഈ ലെങ്ത് ആയിരിക്കും, ഈ ലെങ്ത്, അതുപോലെ തന്നെ ഈ ലെങ്ത് ആയിരിക്കും, ഈ ലെങ്ത്, അങ്ങനെ എൻ്റെ ലെങ്ത് ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്നു. കോമ്പസ് വെച്ചിട്ടോ മാർക്ക് ചെയ്തിട്ട് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു ഇങ്ങോട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യണം, പ്രൊജക്ടേഴ്സ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുക താഴേക്ക് ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട്. പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് പ്രീവിയസ് സൈഡിലെ ടോപ്പ് വ്യൂവിൽ നിന്നുള്ള പ്രൊജക്ടേഴ്സും നമ്മൾ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ എ ഡാഷ് ബി ഡാഷ് എന്നുള്ള ലൈൻ പോകുന്നതിലായിരിക്കും ഈ ബി എന്ന് പറയുന്ന പോയിന്റും കൂടെ പോകുന്ന പോയിന്റിലേക്ക് നമ്മളുടെ അതുപോലെ എ ഡാഷ് ബി ഡാഷിൽ നിന്നും എയിൽ നിന്നും വരുന്ന പ്രൊജക്ടർ ആയിരിക്കും എ. അങ്ങനെ എല്ലാ പോയിന്റ്സും നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓയിൽ നിന്ന് അങ്ങോട്ട് കണക്ട് ചെയ്യുന്നു. അപ്പൊ കണക്ട് ചെയ്യുന്നത് നമ്മുടെ സൈഡ്സ് കിട്ടി. അതിൽ ഹിഡൻ ആയിട്ടുള്ള സൈഡ് ഏതാണ് ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ സിമ്പിൾ പൊസിഷനെ നമ്മൾ എങ്ങോട്ടാണ് ടിൽറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ ടിൽറ്റ് ചെയ്യാണ്. സി ഡി വിത്ത് റെസ്പെക്ട് ടു ടിൽറ്റ് ചെയ്യുമ്പോൾ ഇത് മൊത്തത്തിൽ ഇങ്ങോട്ട് മാറുമ്പോൾ ഈ സി ഡി എം എന്ന് പറയുന്ന സൈഡ് ആയിരിക്കും കാണാതാവുക. ഇങ്ങോട്ട് തിരിക്കുമ്പോൾ സി ഡി എം കാണൂല. അതുകൊണ്ടാണ് സി ഡി എന്ന് പറയുന്ന ലൈന് ഇങ്ങനെ ഡാഷ്ഡ് ആയിട്ട് കാണിച്ചത്. ഓക്കെ സാർ. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ വേറെ? അരവിന്ദ് പറയൂ. ഭാഗ്യലക്ഷ്മി സർ, ഞാൻ കാര്യം ചോദിച്ചോട്ടെ സർ, ആക്സിസിന്റെ ചെയിൻ ലൈൻ ഇല്ലേ, അത് എക്സ് വൈയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ കുഴപ്പമുണ്ടോ? മീറ്റ് ചെയ്യുന്ന രീതിയിൽ എക്സ് വൈയിലേക്ക് വരച്ചാൽ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്? കുഴപ്പമില്ല, പക്ഷെ അത് പിന്നീട് വരച്ചു വരുമ്പോൾ അത് കൺഫ്യൂസ്ഡ് ആവരുത്. ഇങ്ങോട്ട് വന്നത് ഇവിടെ നിന്നൊന്നും എടുത്ത് വരച്ചു പോയത്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ ഇവിടെ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ തെറ്റിയില്ലേ? സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയൊരു ലൈറ്റ് ലൈനായിട്ട് വരയ്ക്കാം. ഒരു വളരെ ലൈറ്റ് ലൈനായിട്ട് കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമുള്ള പോലെ വരയ്ക്കാം. അത് ആംഗിൾ മാർക്ക് ചെയ്യാനൊക്കെ മാർക്ക് ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾക്ക് വേണേൽ വരയ്ക്കാം. പക്ഷെ വളരെ ലൈറ്റ് ലൈനായിട്ട് വരയ്ക്കുക. നിങ്ങൾ തന്നെ കൺസിഡർ ചെയ്യണം ഇതെന്താണ് ഡ്രോയിങ്ങിലായിട്ട് എടുക്കരുത്, ജസ്റ്റ് കൺസ്ട്രക്ഷൻ പർപ്പസിന് മാത്രമാണെന്നുള്ളത് മനസ്സിൽ വെച്ചിരിക്കും. ലാസ്റ്റ് ഇതങ്ങ് ഡാർക്ക് ചെയ്താൽ മതി. ഈ നമ്മളുടെ പ്രൊജക്ഷൻ ഡാർക്ക് ചെയ്താൽ മതി. ക്ലിയർ ആണോ? ഓക്കെ, സോ അതാണ് ഇൻക്ലിനേഷൻ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടാൽ മനസ്സിലാവും, സിമ്പിൾ പൊസിഷൻ വരയ്ക്കുന്ന സമയത്ത് ഒരു സെറ്റ് ഡയഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഇൻക്ലിനേഷൻ വന്നപ്പോൾ എന്ത് പറ്റി, ഒറ്റൊരു സെറ്റ് ഫിഗർ കൂടെ അഡീഷണൽ ആയിട്ട് വന്നു. ഇനി ഇതേപോലെ നമ്മൾ ലൈനിന്റെ കേസ് പറഞ്ഞാൽ തന്നെയാണ് ഇത്. ആദ്യം നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ലൈൻ വരച്ചു, പിന്നെ ഇൻക്ലിനേഷൻ വിത്ത് 1 റെഫറൻസ് ലൈൻ എടുത്തു. ഇനി എന്ത് ചെയ്യാം, ഇൻക്ലിനേഷൻ വിത്ത് ബോത്ത് റെഫറൻസ് ലൈൻ എടുക്കാം. അപ്പൊ എന്ത് പറ്റും, ഒറ്റ സെറ്റ് ഫിഗറോട് ഇവിടെ വരും, ഒരു സെറ്റ് ഫിഗറോട് ഇവിടെ ആഡ് ചെയ്ത് വരും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യാം. ഇതൊരു ഹോംവർക്കാണ് കേട്ടോ, ഇന്നത്തേക്കുള്ള ഒരു ഹോംവർക്കാണത്. സോ ഒരു പെന്റഗൺ പ്രിസത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്. A pentagonal prism of base edge 30 mm and axis 60 rests on an edge on its base in the HP. Its axis is parallel to VP and inclined at 45 degree to the HP. Draw the projection. Okay. So നമ്മൾ ഈ പറഞ്ഞ ഐഡിയ വെച്ചിട്ട് വരയ്ക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ ഇതെന്താണ് ഓരോ യൂണിവേഴ്സിറ്റി പേപ്പറിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ എന്താണ് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്താണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഇപ്പൊ എന്താണ് പറയുന്നത്, ഒരു ഹെക്സഗണൽ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ് 40 mm. ഓക്കെ, ആൻഡ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മളുടെ ആക്സിസ് ലെങ്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. 80 mm. റെസ്റ്റ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഓൺ HP എന്നാണ് പറയുന്നത് അല്ലെ. റെസ്റ്റ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഓൺ HP വിത്ത് ഇറ്റ്സ് ആക്സിസ് ഇൻക്ലൈൻഡ് at 30 degree to HP. Axis inclined 30 degree to HP and parallel to VP. Okay, 30 degree inclination ഉണ്ട് HP ആയിട്ട്, പക്ഷെ VP ആയിട്ട് നോക്കുകയാണെങ്കിൽ പാരലൽ ആണ്. ഡ്രോ ഇറ്റ്സ് പ്ലാൻ ആൻഡ് എലവേഷൻ, അതായത് ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതൊരു ഹെക്സഗണൽ പിരമിഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ
ഒരു വ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഹെക്സഗൺ ഷേപ്പ് ഉണ്ടാവും, പിരമിഡ് ആയതുകൊണ്ട് തന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പും കാണും. അതുപോലെ തന്നെ വൺ ഓഫ് ഹിസ് ബേസ് എഡ്ജസ് ഓൺ എച്ച് പി എന്നാണ് പറയുന്നത്. റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഹിസ് ബേസ് എഡ്ജസ് ഓൺ എച്ച് പി. സോ ഇതിന്റെ സിമ്പിൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ബേസ് ഫിഗർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്ന പോലെ വരയ്ക്കാം. ഓക്കെ, എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും നമുക്ക് ഇതിന്റെ സിമ്പിൾ ഫിഗർ വരയ്ക്കാനായിട്ട് സാധിക്കുക. അപ്പൊ തന്നെ എനിക്ക് രണ്ട് മെത്തേഡ് ഉണ്ട് അല്ലെ? രണ്ട് മെത്തേഡിൽ എനിക്ക് വരയ്ക്കാം. രണ്ട് മെത്തേഡിൽ എങ്ങനെ വരയ്ക്കാം? എനിക്ക് ഹെക്സഗൺ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇങ്ങനെ എനിക്ക് ഹെക്സഗൺ വരയ്ക്കാം. അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ഹെക്സഗണെ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഒരു ഇൻക്ലിനേഷൻ കൊണ്ടുവരികയാണെങ്കിൽ എന്ത് പറ്റും? ഒരു മിനിറ്റ്, ഇതില് ഇങ്ങനെ വരച്ചൊരു ഹെക്സഗൺ ആണെന്ന് വിചാരിക്കുക. ഇതിന് ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഒരു ഇൻക്ലിനേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ ഫൈനൽ ഫിഗർ റെസ്റ്റിംഗ് ഓൺ എന്തായിരിക്കും? ഈ പറഞ്ഞ പോലെ ഒരു ഇപ്പൊ എന്താണ്, ഇതാണ് അതിന്റെ വ്യൂ അല്ലെ? ഒരു വ്യൂ എന്ന് പറയാം. ഇതിനെ ഞാൻ ഈ പറഞ്ഞ പോലെ ആക്സിസ് ഇൻക്ലൈൻഡ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് റെസ്റ്റിംഗ് ഓൺ എന്തായിരിക്കും? ഈ പറഞ്ഞ ആക്സിസ് ഇൻക്ലിനേഷൻ ആണ് കേട്ടോ ഇത്, 30 ഡിഗ്രി. അപ്പോ അതിന്റെ ഫൈനൽ റെസ്റ്റിംഗ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞേ അഫ്താബ്. സാർ ഒന്നുകൂടി പറയാം ക്വസ്റ്റ്യൻ. അതായത് ഈ ഒരു ഹെക്സഗണൽ പിരമിഡ് ബേസ് 40 mm ആൻഡ് ആൾട്ടിറ്റ്യൂഡ് 80 mm, റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഹിസ് ബേസ് എഡ്ജസ് ഓൺ എച്ച് പി എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ഒരു ബേസ് എഡ്ജിലാണ് അത് റെസ്റ്റ് ചെയ്യുന്നത് വിത്ത് ആക്സിസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു എച്ച് പി. സപ്പോസ് ഞാൻ വരച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ്. ഞാൻ ഒരു ഹെക്സഗൺ ഇങ്ങനെ വരച്ചു, അതിനുശേഷം അതിന്റെ ഫ്രണ്ട് വ്യൂ വരച്ചു. ഇനി ഞാൻ ഈ പറഞ്ഞ ആക്സിസിന്റെ ഇൻക്ലിനേഷൻ ഉണ്ടല്ലോ, ആക്സിസിന്റെ ഇൻക്ലിനേഷൻ ആണ് ഇവിടെ 30 ഡിഗ്രി കൊടുത്തത്. സോ ഇങ്ങനെ ഞാൻ ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് റെസ്റ്റിംഗ് ഓൺ എന്തിലായിട്ടാണ് മാറുന്നത്? ബേസ് എഡ്ജ് അല്ല സാറേ? ബേസ് എഡ്ജ് ആണോ? ബേസ് എഡ്ജ് ആണോ? ഞാൻ ഇപ്പൊ ടേൺ ചെയ്യുന്ന ഏത് ഭാഗം വെച്ചിട്ടാ? ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് ടേൺ ചെയ്ത് കഴിഞ്ഞാല് ഇതിപ്പോ എങ്ങനെയാ വരാൻ പോകുന്നത്? ഇങ്ങനെ വല്ലതും വരും അല്ലേ? ഇതെന്താണ്? യെസ് സർ. ഇതൊരു എഡ്ജ് ആണോ? അല്ല സാർ, അതൊരു കോർണർ ആവില്ലേ? അപ്പൊ ഇതൊരു കോർണർ ആണ്. അപ്പൊ ഈ ഒരു കോർണറിന്റെ വിത്ത് റെസ്പെക്ട് ആണ് ഞാനിപ്പോ ടേൺ ചെയ്തത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയേണ്ടത് എന്താണ്? റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഹിസ് ബേസ് എഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ വരച്ചാൽ ശരിയാവില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വരച്ചു എന്ന് വിചാരിക്കുക. ഇതിനെന്താണ്, നമ്മൾ പല ഓറിയന്റേഷനിൽ വരയ്ക്കാന്നാണ് ആദ്യം തൊട്ട് പറയുന്നത് അല്ലേ? സോ അടുത്തൊരു ഓറിയന്റേഷനിൽ ഞാൻ വരച്ചു നോക്കുകയാണ്. അപ്പൊ എന്റെ ഹെക്സഗൺ ഞാൻ വരയ്ക്കുന്നു, ഇങ്ങനെ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ ഞാൻ ഈ പറഞ്ഞ പോലെ ടേൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഇതിന് ഇപ്പം എന്താണ്, ഇതിനൊരു കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫ്രണ്ട് വ്യൂ വന്നു. ഇനി ഈ ഫ്രണ്ട് വ്യൂവിനെ ഞാൻ ഈ പറഞ്ഞ ആക്സിസ് പോലെ ഞാൻ തിരിച്ചിട്ട് വരയ്ക്കാൻ പോവാണ്. ഇപ്പൊ അത് ഏതിലാണ് റെസ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ ഇത് നോക്കി കഴിഞ്ഞാൽ എന്താണ്, ഇതിന് ഞാൻ ഒരു പേര് കൊടുത്തു, സി ഡി. അപ്പൊ ഈ പോയിന്റ് ആണ് എന്ത് വരുന്നത്? സി ഡി. അപ്പൊ ഇവിടെ തിരിച്ചത് എന്ത് വിത്ത് റെസ്പെക്ട് ചെയ്ത് തിരിച്ചത്? ബേസ് എഡ്ജ്, സി ഡി. ബേസ് എഡ്ജ്. നേരത്തെ കേസിൽ അത് വന്നപ്പോ ഇങ്ങനെ ഒരു കോർണർ വെച്ചിട്ടായിരുന്നു തിരിച്ചത് അല്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ കോർണർ ഇത് സി ആണ്. അപ്പൊ സി വെച്ച് തിരിച്ചു കഴിഞ്ഞാൽ ബേസ് കോർണർ ആവും. ഇത് എന്താണ്, സി ഡി ആയതുകൊണ്ട് തന്നെ ബേസ് എഡ്ജ് വെച്ചിട്ടാണ് തിരിച്ചത്. സോ ആ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളിപ്പോ ഇത് തെറ്റായിട്ട് ഈ രീതിയിലാണ് വരച്ചെങ്കിൽ ഇത് എന്താണ്, പാതി മാർക്കിൽ ഇത് വാല്യൂ ചെയ്യുള്ളൂ. ഈവൻ ഇഫ് യുവർ എൻ്റെ പ്രോസസ് അല്ലെ പ്രൊസീജിയറും കാര്യങ്ങളും ശരിയാണെങ്കിലും അത് വാല്യൂ ചെയ്യുന്ന സിമ്പിൾ പൊസിഷൻ തെറ്റിച്ച് കഴിഞ്ഞാൽ പാതി മാർക്കിലെ വാല്യൂ ചെയ്യും. ഓക്കെ, സോ നമ്മളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നോക്കണേ ഹെക്സഗണൽ പിരമിഡ് ആണ്. നമുക്കറിയാം ടോപ്പിൽ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഓൺ എച്ച് പി എന്ന് പറയുന്നത് തന്നെ അതിന്റെ സിമ്പിൾ പൊസിഷൻ എന്ന് പറയുന്നത് ബേസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി എന്നുള്ള രീതിയിൽ വരയ്ക്കാം. അപ്പോൾ അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ടോപ്പ് വ്യൂ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ആദ്യം ടോപ്പ് വ്യൂ വരച്ചു തുടങ്ങാം. 40 സൈഡ് ആയിട്ടുള്ള ഒരു ഹെക്സഗൺ കൺസ്ട്രക്ട് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, അതിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന പ്രൊജക്ടേഴ്സ് വെച്ചിട്ട്
നിങ്ങൾക്ക് എന്ത് പറ്റും അതിൻ്റെ ഇത് ഫ്രണ്ട് വ്യൂ നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ആക്സിസ് ലെങ്ത് 80 എന്ന് പറയുന്ന രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാം. അതിനുശേഷം ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു HP എന്ന് പറയുന്നുണ്ട്, ആക്സിസ് പറയുന്നതുകൊണ്ട് തന്നെ ഇതാ നേരത്തെ ഭാഗ്യലക്ഷ്മി വെച്ച് പറയാം, നിങ്ങൾക്ക് എന്താണ് ഡ്രോപ്പ് ചെയ്ത് കാണിക്കാം. ഇവിടെ ഒരു ചെയിൻ ലൈനായിട്ട് കാണിച്ചിട്ട് 30 കാണിക്കാം. പക്ഷേ ഇവിടെ നിന്ന് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. പക്ഷേ എന്താണ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഹിസ് ബേസ് എഡ്ജ് ആയതുകൊണ്ട് തന്നെ ഈ പോയിന്റ് ആയിരിക്കും നിങ്ങളുടെ A', B'. അപ്പോൾ ഈ പോയിന്റ് A', B' ആണ്. അതിൻ്റെ റെസ്പെക്റ്റ് തിരിച്ചു. എപ്പോഴും എന്താണ് വിത്ത് റെസ്പെക്ട് ബേസ് എഡ്ജ് തിരിക്കുമ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് 2 നൊട്ടേഷൻ കാണും. അത് നോക്കിയാൽ മതി. കോർണർ ആണ് എന്താ ഇവിടെ ഒറ്റ പേരേ കാണുള്ളൂ, A' മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒറ്റ കോർണറിൽ തിരിച്ചൊന്ന് മനസ്സിലാവും. ഇവിടെ ഇപ്പം എന്താണ് 2 കോർണറിൽ തിരിച്ചു, ഒരു എഡ്ജിൽ തിരിച്ചു മനസ്സിലാവും. ഒരു എഡ്ജിന് എന്താണ് 2 എൻഡ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അത് 2 ഇവിടെ കാണാൻ പറ്റും. എന്നിട്ട് തിരിച്ചു വരച്ചു, എന്നിട്ട് പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്തു. ആൻഡ് ദെൻ യു വിൽ ബി ഡ്രോയിങ് ദ പ്രൊജക്ടേഴ്സ് ഫ്രം ദ പ്രീവിയസ് ടോപ്പ് വ്യൂ. അതിലെന്താണ് കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ്സ് നിങ്ങൾ കണക്ട് ചെയ്യുന്നു. സോ ഇത് ഇങ്ങോട്ട് തിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഈ ഈ ഈ എക്സ്റ്റേണൽ പിരമിഡ് നേരെ ഇങ്ങോട്ട് ചെരിയാണ് ചെയ്യുന്നത്. സോ ഇത്രയും പോർഷൻ നിങ്ങൾക്ക് വിസിബിൾ അല്ല ശരിക്കും പറഞ്ഞാൽ. ഈ പോർഷൻ അതിനെ കവർ ചെയ്യും. അപ്പോൾ ഇവിടെ നിന്നുള്ള ലൈൻസ് ആയ ഏതൊക്കെ EO, അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ലൈൻസ് ഇതൊക്കെ ആയിരിക്കും വിസിബിൾ. അതിന്റെ താഴെ വരുന്ന BO, AO എന്ന് പറയുന്ന ലൈൻസ് ഹിഡൻ ആയിരിക്കും. കാരണം ഈ സൈഡാണ് ഇതിനെ കവർ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ സൈഡ് നേരെ ഇങ്ങോട്ട് ചെരിയാണ്. നോക്കൂ, ഇവിടുന്ന് ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ സൈഡിലാണ് വിസിബിൾ, ഈ സൈഡ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ താഴെയുള്ള സൈഡുകൾ ഇൻവിസിബിൾ ആയിട്ട് വന്നത്. ക്ലിയർ ആണോ? ഓക്കെ സർ. ഓക്കെ ഓക്കെ യെസ് സർ. യെസ് സർ. ഓക്കെ. സോ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഒരു ഫിഗറിന്റെ ചെറിയൊരു ഐഡിയ ആണ് ഇവിടെ തരുന്നത്. അതായത് ഇപ്പൊ എന്താണ് ഇതൊരു സ്ക്വയർ പിരമിഡ് ആണ്. ഓക്കെ. സോ ഇതിന്റെ ബേസ് നോക്കിയാൽ ഒരു സ്ക്വയർ ആണ്. അതുപോലെ തന്നെ സൈഡ് ഫേസസ് നോക്കിയാൽ നമുക്കറിയാം ഒരു സ്ക്വയർ പിരമിഡ് ആണ്. അപ്പൊ ഇത് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എന്താണ് അപ്പെക്സ് ടച്ചിങ് ഓൺ, ഞാൻ തന്നൊരു ക്വസ്റ്റ്യൻ, കഴിഞ്ഞ ദിവസം തന്നൊരു ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ ആണ് ഇത്. ഓക്കെ. അപ്പോൾ അപ്പെക്സ് ടച്ചിങ് ഓൺ VP. ഓക്കെ. ആൻഡ് ദർ ഇസ് ആൻ ഇൻക്ലിനേഷൻ. ഓക്കെ. വൺ ഓഫ് ഹിസ് ബേസ് എഡ്ജ് ഈസ് ഹാവിംഗ് ആൻ ഇൻക്ലിനേഷൻ ഓഫ് 30 ഡിഗ്രി എന്ന് മറ്റായിരുന്നു ക്വസ്റ്റ്യൻ, ഹോംവർക്ക് തന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു സൊല്യൂഷനാണ് ഞാൻ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാൻ വേണ്ടി കാണിച്ചു തരാണ്. സോ നോക്കൂ, നിങ്ങൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഇവിടെ എന്താണ് വൺ ഓഫ് ഹിസ് ബേസ് എഡ്ജ് ഈസ് ഹാവിംഗ് ആൻ ഇൻക്ലിനേഷൻ ഓഫ് 30 ഡിഗ്രി എന്ന് പറയുന്നതാണ് ഇവിടെ വരുന്നത്. കഴ്സർ മൗസ് പോയിന്റർ കാണുന്നില്ല നിങ്ങൾക്ക്? മൗസ് പോയിന്റർ കാണുന്നുണ്ടോ? ഹലോ. ഓക്കെ. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയറിയാം, ഫ്രണ്ട് വ്യൂ നിങ്ങൾക്ക് നോക്കുമ്പോൾ എന്താണ് വൺ ഓഫ് ഹിസ് ബേസ് എഡ്ജ് ഈസ് ഹാവിംഗ് ആൻ ഇൻക്ലിനേഷൻ ഓഫ് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിവിടെ കാണിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ആക്സിസ് ഈസ് പാരലൽ ടു VP ആണ്. ഇപ്പൊ ഇതിന്റെ ഒരു ആക്സിസ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ആക്സിസ് ഈസ് പാരലൽ ടു HP ആണ്, HP. ഓക്കെ. ആൻഡ് പെർപെൻഡിക്കുലർ ടു VP എന്നുള്ള കണ്ടീഷനാണ് വരുന്നത്. സോ ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എന്താണ് ഒരു കുറച്ച് ചെരിഞ്ഞ രീതിയിലുള്ള ഒരു സ്ക്വയറും, അതുപോലെ തന്നെ അതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എന്താണ് ഒരു ട്രയാങ്കിളും കാണാനായിട്ട് പറ്റും. അവിടെ എന്താണ് ഒരു സൈഡ് വിസിബിൾ ആണ്. നോക്കൂ, ഈ എഡ്ജ് എന്ന് പറയുന്നത് വിസിബിൾ ആണ്. ഈ ഷെയ്ഡ് ഡിഫറൻസ് വരുന്നത് ഈ എഡ്ജ് വിസിബിൾ ആണ് അല്ലേ? സോ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അറ്റ് ദ സെയിം ടൈം എന്ത് പറ്റും, ഈ ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഇത് ഇൻവിസിബിൾ ആണ്. ഈ ഒരു എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇൻവിസിബിൾ ആണ്. എന്തുകൊണ്ട്? മുകളിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഫേസ് കവർ ചെയ്ത് പോവാണ് ഈ എഡ്ജിനെ. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഡാഷ്ഡ് ലൈൻസ് ആയിട്ടായിരിക്കും വരയ്ക്കുക. ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു ഇതുണ്ടെങ്കിൽ അത് ഡാഷ്ഡ് ലൈൻ ആയിരിക്കും. ബാക്കിയുള്ള സൈഡ് മാത്രമേ നമുക്ക് വിസിബിൾ ആവുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് ചില സൈഡ് ഹിഡൻ ആയിരിക്കും, ചില സൈഡ് കാണില്ല പറഞ്ഞില്ലേ. അതായത് ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ ആദ്യം കാണുന്ന മുകളിലുള്ള സൈഡുകൾ വിസിബിൾ ആയിരിക്കും. ഈ സൈഡുകൾ എന്താണ് താഴെയുള്ള ചിലതിനെ കവർ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ഹിഡൻ ആയിട്ട് വരയ്ക്കുന്നത്. പറഞ്ഞ ഐഡിയ മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഹിഡനും മാറ്റി വരയ്ക്കുന്നത് എന്നുള്ളത്? യെസ് സർ. ഓക്കെ. എല്ലാവർക്കും